സ്ക്രീൻ ആണല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ തുടങ്ങുകയാണ് ചാപ്റ്റർ. ചെറിയ ചാപ്റ്ററാണ് ആക്ച്വലി. ഇപ്പൊ ഇതിൽ കുറെ സംഭവങ്ങൾ എടുത്ത് ഒഴിവാക്കിയിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ ഇത് പഠിക്കാൻ ഭയങ്കര ഈസി. കാരണം എന്താണോ എടുത്ത് ഒഴിവാക്കി മറ്റേ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും, അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിരിക്കണം. എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാ. ഇൻ കേസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഉം, ഉം. Okay. അപ്പൊ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മള് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ബാക്കി ഫ്ലവർ ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, ഇപ്പൊ കുഴപ്പമില്ല. ബ്രേക്ക് ആവാണെങ്കിൽ പറയാൻ കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഈ 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുക. ബാക്കി ഫ്ലവർ, ഫ്രൂട്ട്, പിന്നെന്താ സീഡ്, അതേപോലെ ഫാമിലി ഒക്കെ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ചെറിയ ചാപ്റ്റർ ആണ്. ഇപ്പൊ കുറെ പോർഷൻസ് ഒഴിവാക്കിയത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ആ ഫാമിലി ഒക്കെ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഏരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ഫാമിലിയോളം എടുത്ത് ഒഴിവാക്കിയിരിക്കണം. അപ്പൊ അവിടെ ഒരു ഫാമിലിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അല്ല, സിലബസിൽ അപ്പൊ മോർഫോളജിയോ 3 ഉണ്ടാ? സിലബസിൽ 5 ഉണ്ട്. 5 ഫാമിലിയോ? അതില് സോളനേസി ഇല്ല. ഓക്കെ, ഞാൻ ഏതായാലും ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ സിലബസിൽ? നോക്കിനോ? അത് ഓരോ ടൈമിൽ ഇങ്ങനെ നോക്കും. അതേപോലെ ഫ്രോഗില് ഇൻസെക്ട് ആൻഡ് ഫ്രോഗ് ഉണ്ട് ഇത്ര. ഇൻസെക്ട് ഏതാ? കോക്രോച്ചോ? ആ, ആയിരിക്കും. ഇൻസെക്ട് ആൻഡ് ഫ്രോഗ്. അതിന് ഫങ്ഷൻസ്. ഓഫൻ ഇൻസെക്ട് എന്നല്ലേ പറയുന്നത്? ഈ ഫ്രോഗ് മാത്രല്ലേ കൊടുത്തിട്ടുള്ളൂ? മോർഫോളജി ആൻഡ് മോഡിഫിക്കേഷൻസ് ആണല്ലോ ഇതിന് കൊടുത്തത്. ഇഷ്യൂസ് ആണ് ഇതിന്, ഫങ്ഷൻസ്. എന്തായാലും നമുക്ക് ഫുൾ പറഞ്ഞു പോവാം. ആ, അതെ. ഓക്കെ. കാരണം ഇതിപ്പോ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണ്. ചിലപ്പോ കഴിഞ്ഞ വർഷം റീറിപ്പീറ്റ് ചെയ്തവർ അല്ലെങ്കിൽ മുന്നത്തെ വർഷം സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാതെ ആവണ്ട. ഇതെല്ലാം നമുക്കൊക്കെ പറഞ്ഞു പോവാം. ഓക്കെ. അപ്പോ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറയും. എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞത്? എന്താണ് വാട്ട് ഇസ് മോർഫോളജി? മോർഫോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന് പുറമേ കാണുന്ന ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്കാണ് നമ്മൾ എന്ത് പറയാ? മോർഫോളജി എന്ന് പറയും. അപ്പൊ ഇന്റേണൽ ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കുന്നത് നമ്മൾ എന്ത് പറയും? അനാട്ടമി എന്ന് പറയും. അപ്പൊ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മോർഫോളജിനെ പറ്റി നമ്മളൊന്ന് പഠിക്കാനായി. മോർഫോളജി എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന നമുക്ക് വരും ഓ, break. അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. എന്ത് വോയിസ് കേൾക്കാണ്ട്? ആ, ഇപ്പൊ കുഴപ്പമില്ല.
ഓക്കെ, ബ്രേക്ക് ആവാണെങ്കിൽ പറയട്ടാ. ബ്രേക്ക് ആവാണെങ്കിൽ പറയണേ. ആ ഓക്കെ. അപ്പോ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ എന്തൊക്കെ വരും? റൂട്ട് വരും, സ്റ്റെം വരും, ലീഫ് വരും, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്, കാര്യങ്ങൾ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അതിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതിപ്പോ ഒരു സീഡാണ്. ഇതൊരു സീഡാണ്. ഈ സീഡ് എന്ത് ചെയ്യാണ്? ജെർമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ താഴത്തേക്ക് ഒരു പോർഷൻ ഇങ്ങനെ പോവും. അതേപോലെ മേലേക്ക് ഇങ്ങനെ. ഓക്കെ, ഈ താഴത്തേക്ക് പോകുന്നതിനെ നമ്മൾ വിളിക്കും എന്താണ്? പിന്നെ നമ്മള് റാഡിക്കൽ എന്ന് വിളിക്കും അല്ലെ. റാഡിക്കൽ എന്താണ്? റാഡിക്കൽ ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുക? റാഡിക്കൽ ആണ് റൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതേപോലെ മേലേക്ക് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ല്യൂമ്യൂൾ എന്ന് വിളിക്കും. ല്യൂമ്യൂൾ ആണ് എന്ത്? ഷൂട്ട് സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യും. ഓക്കെ, റാഡിക്കൽ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? റൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ല്യൂമ്യൂൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഷൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇതെന്താണ്? ഇതൊരു ജെർമിനേറ്റിംഗ് സീഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ടിൽ നിന്ന് തുടങ്ങാം. റൂട്ടിൽ നിന്ന് താഴത്തേക്ക് മേലേക്ക് പോവാം. റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, അങ്ങനെ പോകും. അപ്പൊ റൂട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് എന്താണ്? റാഡിക്കൽ ആണ് റൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റൂട്ടിൽ നോക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഉണ്ട്. ഫ്രൂട്ടിനെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? 3 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അറിയോ ഏതൊക്കെയാണ്? ഒന്നാണ് ടേപ്പ് ഫ്രൂട്ട്, പിന്നെ ഫൈബ്രസ് ഫ്രൂട്ട് ഉണ്ട്, അതേപോലെ ഇതുണ്ട് അഡ്വെന്റീഷ്യസ് ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്. ടേപ്പ് ഫ്രൂട്ട് ഉണ്ട്, ഫൈബ്രസ് ഫ്രൂട്ട് ഉണ്ട്, അഡ്വെന്റീഷ്യസ് ഫ്രൂട്ട് ഉണ്ട്. നമുക്ക് ഓരോന്നിനും എടുത്ത് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് നോക്കും, ടേപ്പ് ഫ്രൂട്ടിനെ നോക്കും. ഈ ടേപ്പ് ഫ്രൂട്ടിന് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഈ റാഡിക്കള് ഇതാണ് റാഡിക്കൽ. റാഡിക്കൽ ഇങ്ങനെ എന്ത് ചെയ്യും? പ്രൈമറി റൂട്ടായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകും. ഇവിടുന്ന് എന്ത് ചെയ്യും? കുറച്ച് സെക്കൻഡറി റൂട്ട്സ് ഇങ്ങനെ വരും. ഈ സെക്കൻഡറി റൂട്ട്സിന് എന്ത് ചെയ്യും? കുറച്ച് ടെറിഷ്യറി റൂട്ട്സും വരും. ഓക്കെ, അപ്പൊ ഇതാണ് ടേപ്പ് റൂട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. റാഡിക്കൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഇതാണ് എന്ത്? പ്രൈമറി റൂട്ട്. ഇതാണ് സെക്കൻഡറി റൂട്ട്. ഈ സെക്കൻഡറി റൂട്ടിന്റെ പിന്നെ വരുന്നതാണ് എന്ത്? ടെറിഷ്യറി റൂട്ട്. അപ്പൊ ഇതാണ് ടേപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ ഒരു എന്ത്? സ്ട്രക്ചർ. ഇനി ഇത് എവിടെ കാണാം? ദിസ് ഇസ് യൂഷ്വലി സീൻ എവിടെയാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിൽ. ടേപ്പ് റൂട്ട് എവിടെ കാണാം? ഇറ്റ് ഇസ് യൂഷ്വലി സീൻ എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിൽ. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്, മസ്റ്റാർഡ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്? മസ്റ്റാർഡ്. അപ്പൊ എന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ കൊടുത്തിട്ട് സംബന്ധിച്ച് എന്തായാലും എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ടേപ്പ് സിസ്റ്റത്തിൽ എന്താന്ന് വെച്ചാല് പ്രൈമറി റൂട്ട് എന്ത് ചെയ്യും? റാഡിക്കൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് പ്രൈമറി റൂട്ടായിട്ട് ഗ്രോ ചെയ്യും. അതിന് പിന്നെ സെക്കൻഡറി റൂട്ടും ടെറിഷ്യറി റൂട്ടും ഒക്കെ വരും. അപ്പൊ ഇതാണ് എന്ത്? ടേപ്പ് റൂട്ട് സിസ്റ്റം. അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ടിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും. പ്രൈമറി റൂട്ട് എന്തായിരിക്കും? ഇത് ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ്. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ്. അതായത് ഇവിടെ നോക്കുന്നത് പ്രൈമറി റൂട്ട് എന്താണ്?
ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പോൾ ഇത് സോയിലാണെങ്കിൽ പ്രൈമറി റൂട്ടിന് പകരം ഇങ്ങനെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് എന്ത് വരും, റൂട്ട്സ് വരും. ഈ പ്ലാന്റ് ആണെങ്കിൽ ഗ്രാസ് ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എന്ത് വരും, താഴത്തേക്ക് വരും. പ്രൈമറി റൂട്ട് എന്തെയും ഷോർട്ട് ലീവ്ഡ് ആണ്, അതെന്ത് ചെയ്യും, ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എന്തെയും റീപ്ലേസ് ചെയ്യും. അതാണ് ഇതിന്റെ ഫൈബ്രസ് റൂട്ട്. ഇനി ഇത് യൂഷ്വലി കാണുന്നത് എവിടെയാണ്, മോണോകോട്സിലാണ്. യൂഷ്വലി എവിടെ കാണുക, മോണോകോട്സിലാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്താന്ന് വെച്ചാല് വീറ്റില്, വീറ്റ്, ഗ്രാസ് എന്താണ്, ഫൈബ്രസ് റൂട്ട്. ഓക്കെ, നമ്മളിപ്പോ പുല്ല്, നമ്മളെ വെച്ചതൊക്കെ പുല്ലാണെങ്കിൽ പറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സിംഗിൾ പ്രൈമറി റൂട്ട് അല്ല, കുറെ ഒരുപാട് ടച്ച് കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് ആണ് എന്ത്, പുല്ലിന്റെ അടിയിൽ ഗ്രാസിന്റെ അടിയിലൊക്കെ ഉണ്ടാവാം. അതാണ് എന്ത്, ഫൈബ്രസ് റൂട്ട്. ഇനി മൂന്നാമത്തതാണ് എന്ത്, അഡ്വെന്റീഷ്യസ്. അഡ്വെന്റീഷ്യസ് റൂട്ട്. അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ്, റൂട്ട് ഡെവലപ്പിംഗ് ഫ്രം എനി പാർട്ട് അതർ ദാൻ റാഡിക്കൽ. അതായത് റാഡിക്കൽ അല്ലാതെ വേറെ എവിടുന്നൊക്കെ റൂട്ട് വരുന്നു അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. എന്താണ്, ഇറ്റ് ഈസ് റൂട്ട് ഡെവലപ്പിംഗ് ഫ്രം എനി പാർട്ട് അതർ ദാൻ എന്താണ്, റാഡിക്കൽ. അപ്പൊ റാഡിക്കൽ അല്ലാതെ വേറെ എവിടുന്നൊക്കെ റൂട്ട് വരുന്നത് അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ബനിയൻ ട്രീ. ആൽമരല്ലേ, ആൽമരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ സംഭവങ്ങളിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഊർന്ന് നിൽക്കണ കണ്ടിട്ടില്ലേ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു സ്റ്റമ്പാണ്, പക്ഷെ അത് സ്റ്റമ്പല്ല, ആക്ച്വലി എന്താണ്, റൂട്ട്. ബനിയൻ ട്രീ. അതേപോലെ മോൺസ്റ്ററാ പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ഉണ്ട്, ബനിയൻ ട്രീ മോൺസ്റ്റർ എന്നാണ് എന്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ തന്നെ ഞാൻ എഴുതാ മോഡിഫിക്കേഷൻസിനെ പറ്റിയിട്ട്. ശരിക്കും ഒമിറ്റഡ് പോർഷൻ ആണ്, എന്നാലും ഞാൻ പറയാ 3 റൂട്ടിനെ പറ്റിയിട്ട് മോഡിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. ഒന്ന് ക്രോപ്പ് റൂട്ട് ഉണ്ട്, സ്റ്റിൽറ്റ് റൂട്ട് ഉണ്ട്, പിന്നെ ന്യൂമാറ്റോഫോഴ്സ് ഉണ്ട്. ഇത്ര ഇതിനെ പറ്റിയിട്ടാണ് മോഡിഫിക്കേഷൻ പറഞ്ഞത്. പിന്നെ മറ്റത് സ്റ്റോറേജ്. ഓക്കെ, ഇത്രയാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അതിൽ ക്രോപ്പ് റൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്, ബനിയൻ ട്രീ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്രോപ്പ് റൂട്ട് എന്താണ്, ഒരു അഡ്വെന്റീഷ്യസ് റൂട്ടാണ് ബനിയൻ ട്രീയിൽ കാണാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ താഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ചില ഫിലിമുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഊഞ്ഞാല് പോലെ പാടുന്നതും അത് വിറ്റ് തൂങ്ങി നടക്കുന്നതൊക്കെ, അതാണ് ക്രോപ്പ് റൂട്ട്. അത് റൂട്ടിന്റെ ഒരു മോഡിഫിക്കേഷനിലാണ് ബനിയൻ ട്രീയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ സ്റ്റിൽറ്റ് റൂട്ട്, ഇത് ഷുഗർ കെയിനില് അതേപോലെ മെയ്സ് ഒക്കെ കാണാൻ പറ്റും സ്റ്റിൽറ്റ് റൂട്ട്. അവരുടെ എന്താണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൂട്ട് വരുന്നത് കാണാൻ പറ്റും. അവരെ സ്റ്റെമ്മിന്റെ ലോവർ നോക്കി നോക്കി കുഞ്ഞു പറയാം. ഒന്നുകൂടി വായിക്കോ. ഏതാ, ഷിറ്റ് റൂട്ട് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞാല് ഷുഗർ കെയിനിലും മെയ്സിലൊക്കെ അവരെ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വരുന്നത് കാണാൻ പറ്റും. അതാണ് സ്റ്റിൽറ്റ് റൂട്ട്. മനസ്സിലായോ? പിന്നെ റൈസോഫോറ എന്ന് പറഞ്ഞ് ഇതിന്റെ ഒക്കെ പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൈസോഫോറ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ ന്യൂമാറ്റോഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ റൂട്ട്
എടുക്കാൻ വേണ്ടിട്ട് താഴ്ന്ന് മേലേക്ക് വരും. ഗ്രൗണ്ട് ലെവലിൽ മേലേക്ക് വരും. വോയിസ് ബ്രേക്ക് ഉണ്ടോ? ആ ബ്രേക്ക് ആണ്. ഇപ്പോഴും ഉണ്ടാ? ഇപ്പില്ല. ഇപ്പോഴും പ്രശ്നമുണ്ട്? ഇപ്പില്ല. എനിക്ക് ആവാണെങ്കിൽ പറയട്ടാ. ആ റൈസ് ഓഫ് സർവേയില് ഉള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് റൈറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് റൂട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ടിന്റെ അടിയിൽ മുകളിലേക്ക് വരും. എന്തിനു വേണ്ടിയിട്ട്? ബോക്സ്. പിന്നെ സ്റ്റോറേജ് നമുക്കറിയാം ഏതൊക്കെയാണ്. എന്താണ് മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് ആണ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഇതുവരെ ഓക്കെ അല്ലേ? ആ സ്റ്റോറേജിന്റെ അവിടെ അടുത്തത് സ്റ്റോറേജിന്റെ അവിടെ സ്റ്റോറേജ് ഏതാണ്? ക്യാരറ്റ് റാഡിഷ്. ക്യാരറ്റും റാഡിഷും ഒക്കെ എന്താണ്? റാഡിഷ് ക്യാരറ്റ് പറഞ്ഞ റാഡിഷ് റാഡിഷ് എന്ന് പറഞ്ഞാല് റാഡിഷ് കണ്ടിട്ടില്ല. ഒരു വൈറ്റ് കളർ, വൈറ്റ് പർപ്പിൾ കളർ ഒരു മിസ് വെജിറ്റബിൾ ഇടക്കിടക്ക് ആണ്. ഉണ്ട്. വോയിസ് ബ്രേക്കപ്പ് രണ്ടുപേർക്കും ഉണ്ടോ പ്രശ്നം? ആ ഒരു സെക്കൻഡ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. സ്ക്രീന് കാണുന്നില്ലേ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. എപ്പോഴും ബ്രേക്ക് ആയിട്ട് കേൾക്കണേ? അല്ലല്ല ഓക്കെ. ഓക്കെ ആയി. ഓക്കെ. ഇനി ബ്രേക്ക് ആവുന്നെങ്കിൽ പറയണേ. ആ അപ്പൊ ക്യാരറ്റ് റാഡിഷ് ഒക്കെ എന്താണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള റൂട്ടിന് മോഡിഫിക്കേഷൻ ആണ്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങും, അതൊക്കെ എന്താണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് റീജിയൻസ് ഓഫ് റൂട്ട്. റീജിയൻസ് ഓഫ് റൂട്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റൂട്ട് അല്ലെ? അപ്പൊ ഈ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇതിന്റെ അടിയില് എന്തുണ്ട്? റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും എൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഓക്കെ. ഈ റൂട്ട് ക്യാപ്പിനോട് തൊട്ട് മുന്നുള്ള റീജിയനിലാണ് എന്ത് നടക്കുന്നത്? റൂട്ട് ക്യാപ്പിന് തൊട്ട് മുന്നുള്ള റീജിയൻ ഒരു ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയൻ ആണ്. ഓക്കെ. ഇതൊരു ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയൻ ആണ്. അപ്പൊ നമുക്കറിയാം ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയനിൽ ഏത് സെൽസ് ഉണ്ടാവുക? മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ഉണ്ടാവുക അല്ലെ? ആക്റ്റീവ്ലി ഡിവൈഡിങ് റീജിയനിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കും എന്താണ്? റീജിയൻ ഓഫ്
മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്താ വിളിക്കുക? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഇവിടെ എന്താണുള്ളത്? ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് എന്താണ്? സെൽസ് ആണ്. ഓക്കെ, ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അത് കഴിഞ്ഞാല് അതിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു റീജിയൻ ഉണ്ട്. അവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിവൈഡ് റൂട്ടിലേക്ക് എല്ലാം കൂടി ഇരിക്കുകയല്ല. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നിലുള്ള റീജിയൻ എന്താണെന്നാണ്? ഇവിടെ ഇലോങ്ങേഷൻ നടക്കും. ഇവിടെ എന്ത് നടക്കും? ഇലോങ്ങേഷൻ നടക്കും. റൂട്ടിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ എന്താ ഉള്ളത്? ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ട്. നമ്മളിതിന് എന്ത് വിളിക്കും? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് വിളിക്കും. അങ്ങനെ ഇലോങ്ങേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെന്താ സംഭവിക്കുക? പിന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോ ഇതിനെ എന്ത് ചെയ്യും? ഡിവൈഡും ചെയ്യില്ല, ഇലോങ്ങേഷനും ചെയ്യില്ല. ഇവരെന്താവും? മെച്ചോർഡ് ആവും. ഈ സെൽസ് എന്താവും? മെച്ചോർഡ് ആവും. അങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ ഈ ഒരു റീജിയനില് ഇലോങ്ങേഷൻ റീജിയന്റെ തൊട്ട് മേലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇത് കുറേ മെച്ചോർഡ് സെൽസ്. മെച്ചോർഡ് സെൽസിന് ഇനി എന്ത് സംഭവിക്കൂല? അവർക്ക് ഡിവിഷനും നടക്കൂല, ഇലോങ്ങേഷനും നടക്കൂല. അപ്പൊ ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, 3 റീജിയൻ ആണുള്ളത്. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അവിടെ ഉള്ളത് ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. പിന്നെന്താണ്? ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ട്. അവിടെ നമ്മൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വിളിക്കും. വൺസ് ഡിവിഷനും ഇലോങ്ങേഷനും കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? മെച്ചോർഡ് ആവും. പിന്നെ അവരിന് ഡിവിഷനോ ഇലോങ്ങേഷനോ ഒന്നും നടക്കില്ല. അങ്ങനെയുള്ള മെച്ചോർഡ് സെൽസ് കാണുന്ന റീജിയൻ നമ്മൾ വിളിക്കും എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഇങ്ങനെ റൂട്ട് ഹെയേഴ്സ് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ റൂട്ട് ഹെയേഴ്സ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് റൂട്ട് ഹെയർസ്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് മറക്കരുത്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റൂട്ട് ഹെയർ ഏത് റീജിയനിലാണ് കാണുക എന്നുള്ളത് കേട്ടോ. റൂട്ട് ഹെയർ ഏത് റീജിയനിലാണ് കാണുക? റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് റൂട്ട് ഹെയർ. മറക്കരുത്. അങ്ങനെ പറയും. എന്താ പറയുന്നത്? ബ്രേക്ക്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പോൾ വോയിസ് ബ്രേക്ക് ആവുന്നത്. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ ആണോ? അപ്പൊ റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് എന്ത് കാണാൻ പറ്റുക? റൂട്ട് ഹെയർസ് കാണാൻ പറ്റുക. മറക്കരുത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് റൂട്ട്. ഫങ്ഷൻസ് ഓഫ് റൂട്ട് പറഞ്ഞു. എന്തായിരിക്കും റൂട്ടിന്റെ ഫങ്ഷൻസ്? ബേസിക് ഫങ്ഷൻ എന്താണ്? എന്തായിരിക്കും റൂട്ടിന്റെ ബേസിക് ഫങ്ഷൻ? അതിന്റെ മുന്നേ അതൊരു ഫങ്ഷൻ ആണ്. ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരിക്കും? അബ്സോർപ്ഷനോ ഇപ്പോഴും ബ്രേക്ക് ആവുണ്ടാ? ഇല്ല. ഓക്കെ, വാട്ടർ ആൻഡ് മിനറൽസ് അതൊരു ഫങ്ഷൻ. പിന്നെ ഇയാള് പറഞ്ഞ പോലെ എന്താണ്? സോയിലിൽ പിടിച്ചു നിർത്താൻ നമ്മൾ എന്ത് പറയും? ആങ്കറേജ് എന്ന് പറയും. അത് റൂട്ടിന്റെ ഒരു ഫങ്ഷനാണ്. പിന്നെ ഒരു ഫങ്ഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. നമുക്കറിയാം ചില റൂട്ടൊക്കെ എന്താണ്? ദേ ആർ മോഡിഫൈഡ് ടു സ്റ്റോർ ഫുഡ്. അപ്പൊ സ്റ്റോറേജ് ഓഫ്
ഫുഡ് മെറ്റീരിയൽസ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ക്യാരറ്റ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്. ഇവരൊക്കെ എന്താണ്? ദേ ഹാവ് എ മോഡിഫൈഡ് റൂട്ട് ഫോർ സ്റ്റോറിംഗ് ഫുഡ് അല്ലെ. പിന്നെ ഒരു ഫംഗ്ഷൻ എന്താണ്? പിന്നെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അതായത് ചില ഹോർമോൺസ് ഒക്കെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ റൂട്ടിന്റെ ഫങ്ഷൻസ്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു? ടൈപ്സ് ഓഫ് റൂട്ട് പറഞ്ഞ്, പിന്നെന്താ പറഞ്ഞു? റീജിയൻസ് ഓഫ് റൂട്ട് പറഞ്ഞ്, അതേപോലെ എന്താ പറഞ്ഞ്? ഫങ്ഷൻസ് ഓഫ് റൂട്ട് പറഞ്ഞു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. മോഡിഫിക്കേഷൻ പറഞ്ഞല്ലേ നമ്മള്. നാലാമത്തെ ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. അതായത് ചില ഹോർമോൺസ് ഒക്കെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റൂട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ചില റെഗുലേറ്റേഴ്സ്, ചില ഫാക്ടേഴ്സ് സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ആ ആ In majority of dicotyledonous plants, a direct elongation of radicle lead to the formation of primary root. അത് പറയുന്നത് എന്തിനെ പറ്റിട്ടാ? ടേപ്പ് റൂട്ടിനെ പറ്റിട്ടാ. Which grow inside the soil. It bears lateral root of several orders that are referred to as secondary and tertiary. The primary root and its branches constitute the taproot system. ഇതാണ് എന്ത്? ടേപ്പ് സിസ്റ്റം. ഈ സൈഡിലുള്ള പിക്ചറിൽ നോക്കുന്നത് ഇതാണ് എന്ത്? ടേപ്പ് റൂട്ട് സിസ്റ്റം. നോക്ക്, ഇതൊരു പ്രൈമറി റൂട്ട് നമുക്ക് കണ്ട കൊടുത്തത്. പിന്നെ ഇതൊരു സെക്കൻഡറി റൂട്ട്. പിന്നെ അതിനൊന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് എന്ത്? ടെറിഷറി റൂട്ട്. അപ്പൊ ഇതാണ് എന്ത്? ടേപ്പ് റൂട്ട്. ആ സീനിൽ എന്താണ്? മസ്റ്റാർഡ് കേട്ടോ. എക്സാമ്പിൾസ് മറക്കരുത്. ടെക്സ്റ്റില് ടേപ്പ് റൂട്ടിന് എക്സാമ്പിൾ കൊടുക്കുന്നത് മസ്റ്റാർഡ് ആണ്. ഓക്കെ. പിന്നെ ഈ മോണോകോട്ടിലിഡിൽ plants, the primary root is short-lived and is replaced by a large number of roots. ഞാൻ പറഞ്ഞു primary root കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, short-lived ആണ്, and is replaced by a large number of roots. These roots originate from the base of the stem and constitute the fibrous root. ഇവരെവിടുന്നാ വരുന്നത്? ബേസ് ഓഫ് ദ സ്റ്റെം ആണ്. ഇത് പിക്ചറിൽ നോക്കിയാൽ അറിയാം. കണ്ട ഒരുപാട് റൂട്ട് ഉണ്ട്. മറ്റേത് പോലെ ഒരു സിംഗിൾ പ്രൈമറി റൂട്ട് സെക്കൻഡറി റൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ടഫ്റ്റ് ഓഫ് റൂട്ട് ഉണ്ട്. ടഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇതേപോലെ ഒരു കൂട്ടം. ഇവരെവിടുന്നാ വരുന്നത്? ബേസ് ഓഫ് സ്റ്റെമ്മെന്നാണ്. ബേസ് ഓഫ് സ്റ്റെമ്മെന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഫൈബ്രസ് റൂട്ടിന്റെ ഒറിജിനേഷൻ. അപ്പൊ നമ്മൾ ടേപ്പ് റൂട്ടും പറഞ്ഞു, ഫൈബ്രസ് റൂട്ടും പറഞ്ഞു. അടുത്തത് ഏതാണ്? ഇതിന് എക്സാമ്പിൾ ഏതാ കൊടുക്കുന്നത്? വീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഏതിലാ യൂഷ്വലി കാണുക? മോണോകോട്ടിലിഡൻസിലാണ് കാണാൻ. പുല്ല് ആലോചിച്ചാൽ മതി. പുല്ലിൽ ഫൈബ്രസ് റൂട്ട് ആണ്. പിന്നെ ഏതാണ്? അതുകൂടാതെ in some plants like grass, monstera and banyan tree, roots arise from parts of the plant other than radicle and are called adventitious roots. Right? ഏത്, അതായത് റാഡിക്കൽ അല്ലാതെ ഏത് ഭാഗത്ത് നിന്നാണോ റൂട്ട് അറൈസ് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് വിളിക്കും? അഡ്വെന്റീഷ്യസ് റൂട്ട് വിളിക്കും. റാഡിക്കൽ അല്ലാതെ വേറെ ഏത് ചെയ്താലും അത് നമ്മൾ എന്ത് വിളിക്കും? അഡ്വെന്റീഷ്യസിനെ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് റൂട്ട്? എന്താണ്? ഒന്ന്, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ. എന്താണ്? പ്രൊവൈഡിങ് എ പ്രോപ്പർ ആൻകറേജ്, അതായത് സപ്പോർട്ട് കൊടുക്കും. സ്റ്റോറിംഗ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ എന്താണ്? സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. നമ്മളിവിടെ പറഞ്ഞ 4 ഫങ്ഷൻസ്: അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, ആൻകറേജ് അതായത് സപ്പോർട്ട് കൊടുക്കുക, സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസും, സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇതാണ് എന്ത്? ഫങ്ഷൻസ്. നിങ്ങളുടെ പിക്ചറിൽ നോക്കിയാൽ ഇത് അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വെന്റീഷ്യസ് റൂട്ട്. ഇത് ടേപ്പ് റൂട്ട്, ഇത് ഫൈബ്രസ് റൂട്ട്, പിന്നെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി റൂട്ട്.
നമ്മൾ പഠിച്ച റീജിയൻസ് ഓഫ് റൂട്ട് അല്ലെ. The root is the root is covered and affected by a pimple-like structure called root cap. Pimple പറഞ്ഞാൽ thin എന്നൊക്കെയാണ് അർത്ഥം വരും. ഒരു thin substance ആണ് pimple എന്ന് പറഞ്ഞത്. It protect the tender apex of the root as it makes its way through the soil. അതായത് റൂട്ടിന്റെ റൂട്ടിന്റെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ റൂട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് എന്തിനെന്തെങ്കിലും പറ്റിയാല് എന്ത് ചെയ്യാം, നശിച്ചു പോകും. അപ്പൊ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇടുന്ന പോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിട്ട് എന്താണ് ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഓക്കെ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞ് ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ള റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയും. അവിടെ എന്താണുള്ളത്? ഓഫ് ദിസ് റീജിയൻ ആർ വെരി സ്മോൾ, ഇൻവോൾവ് വിത്ത് ഡെൻസ് പ്രോട്ടോപ്ലാസം. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലെ സെൽസ് എന്താണ്? സ്മോൾ ആണ്, ഇൻവോൾവ് ആണ്, ഡെൻസ് പ്രോട്ടോപ്ലാസം ആണ്. പിന്നെ എന്താണ്? ദേ ഡിവൈഡ് റിപ്പീറ്റഡ്ലി. ദേ ഡിവൈഡ് എന്താണ്? റിപ്പീറ്റഡ്ലി. ഓക്കെ, എന്തൊക്കെയാണ്? സ്മോൾ ആണ്, ഇൻവോൾവ് ആണ്, ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ട്, ദേ ഡിവൈഡ് റിപ്പീറ്റഡ്ലി. The proximal to this region undergo rapid elongation and enlargement and are responsible for the growth of the root in length. അതിന്റെ തൊട്ട് മേലുള്ള റീജിയൻ എന്താണ്? അവർ റാപ്പിഡ് ആയിട്ട് ഇലോങ്ങേഷൻ അപ്പൊ റൂട്ടിന്റെ ഗ്രോത്തിന് വേണ്ടിട്ട് ലെങ്ത് കൂടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏത് റീജിയൻ ആണ്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. ദിസ് റീജിയൻ ഇസ് നോൺ ആസ് ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അത് കഴിഞ്ഞിട്ട് ദ സെൽസ് ഓഫ് ദി ഇലോങ്ങേഷൻ സോൺ ഗ്രാജുവലി ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചൂർ. കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഡിഫറൻഷിയേഷൻ നടക്കും, മെച്ചുറേഷൻ നടക്കും. ഹെൻസ് ദിസ് സോൺ പ്രോക്സിമൽ ടു റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഇസ് കോൾഡ് എന്താണ്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പൊ അതിന്റെ തൊട്ട് മുന്നിൽ മേലുള്ള റീജിയൻ എന്താണ്? ഇതൊരു region of സെൽസിന് എന്താണ് ഡിഫറൻസ് ആക്കണം. അവർ നമ്മൾ എന്ത് വിളിക്കും? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഫ്രം this region some epidermal cells form very fine and delicate thread-like structures called എന്താണ്? റൂട്ട് ഹെയർ. അത് മറക്കരുത്. റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് റൂട്ട് ഹെയർ കാണുക. എനിക്കൊക്കെ പണ്ട് എക്സാം എഴുതുമ്പോൾ എപ്പോഴും തെറ്റുന്നു. ഞാൻ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഏറ്റവും എൻഡിലല്ലേ വിചാരിച്ചിട്ട് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഒരുപാട് പ്രശ്നം മാറി കുത്തിക്കണം. അപ്പം മറക്കരുത്, റൂട്ട് ഹെയർ കാണാം. വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ കൊടുക്കുന്ന ടൈപ്സ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി ഒമിറ്റഡ് പോർഷൻ ആണ്. മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. Root in some plants change their shape and structure and become modified to perform functions other than absorption and conduction of water and minerals. റൂട്ടിന്റെ യൂഷ്വൽ ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആങ്കറേജ്, കണ്ടക്ഷൻ ഓഫ് വാട്ടർ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അതൊന്നും അല്ലാതെ ചില ഫങ്ഷൻസ് റൂട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മോഡിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മോഡിഫൈ ആവുന്നത്? They are modified for support, storage and food and respiration. എന്തിനൊക്കെ വേണ്ടി മോഡിഫൈ ചെയ്യും? ചിലപ്പോൾ സപ്പോർട്ടിനായിരിക്കും. അതാണ് ഈ ബനിയൻ ട്രീയിലൊക്കെ കാണുന്ന ക്രോപ്പ് റൂട്ട്. സ്റ്റോറേജിനായിരിക്കും, സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഏതൊക്കെയാ? ക്യാരറ്റ്, റാഡിഷ്, അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ പോലെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ റെസ്പിറേഷൻ, അതാണ് നമ്മൾ ഹ്യൂമാറ്റോഫോസിൽ കണ്ടത്. അപ്പൊ അവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ ഒന്ന് take root of carrot, turnip and adventitious root of sweet potato get swollen and store food. ഏതൊക്കെയാണ്? ക്യാരറ്റ്, ടേണിപ്പ്, സ്വീറ്റ് പൊട്ടാറ്റോ. ഇവരൊക്കെ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്തിട്ട് എന്താണ്? ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ്. എവിടെ? ബനിയൻ ട്രീയിലുള്ള ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് അവർ നമ്മൾ എന്ത് വിളിക്കും? ക്രോപ്പ് റൂട്ട് എന്ന് വിളിക്കും.
അല്ലെ? ബനിയൻ ട്രീയിലുള്ള ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ഇപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ക്രോപ്പ് വിളിക്കും. പിന്നെ അത് കൂടാതെ ഇവിടെ സപ്പോർട്ടിങ് റൂട്ട്സ് ഏതിലൊക്കെ? മെയ്സിലും ഷുഗർ കെയിലൊക്കെ ഇതാണ് സപ്പോർട്ടിങ് റൂട്ട്സ് ഉണ്ടാവും. അവരെ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ടിങ് റൂട്ട്സ് വരും. അത് നമ്മൾ എന്ത് വിളിക്കും? സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് വിളിക്കും. മെയ്സിലും ഷുഗർ കെയിലൊക്കെ എന്തുണ്ട്? സപ്പോർട്ടിങ് റൂട്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റിൽറ്റ് റൂട്ട്സ് എന്ന് വിളിക്കും. ഇനി ഇൻ സം പ്ലാന്റ്സ് സച്ച് ആസ് റൈസോഫോറ ഗ്രോയിങ് ഇൻ സ്വാമ്പി ഏരിയ, അതായത് വാട്ടർ ലോക്ഡ് ഏരിയയിലുള്ള ഗ്രോ ചെയ്യുന്ന പ്ലാന്റിൽ ഒന്നാണ് റൈസോഫോറ. Many rooted they come out of the ground and grew vertically upward. Such roots called pneumatopause help to get oxygen for respiration. ഈ പിക്ചറിൽ നോക്കണേ, ഇവരെന്ത് ചെയ്യും? താഴത്തുനിന്ന് ഇതൊക്കെ എന്താണ്? ന്യൂമറ്റോഫോസ് ആണ്. ഇവരെന്ത് ചെയ്യും? താഴെ ഫുൾ വെള്ളാണല്ലോ, വാട്ടർ ലോക്ഡ് ഏരിയയിലാണ് എന്ത് കാണാം? റൈസോഫോറ പോലുള്ള പ്ലാന്റ് കാണാം. അവരെന്ത് ചെയ്യും? താഴത്തുനിന്ന് മുകളിലേക്ക് വരും. ഗ്രോ വെർട്ടിക്കലി അപ്വേർഡ്. എന്തിനു വേണ്ടിയിട്ട്? റെസ്പിറേഷന് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. അത്തരം റൂട്ട്സിനെ നമ്മൾ എന്ത് വിളിക്കാം? ന്യൂമറ്റോഫോഴ്സ് എന്ന് വിളിക്കാം. ആ സീന് റൈസോഫോറ. ഇതുവരെ ഓക്കെ അല്ലേ? ആ ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ റൂട്ടിനെ പറ്റിയിട്ട്, അത്രേ പറയാനുള്ളൂ. അടുത്തത് എന്താണ്? അടുത്തത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മ് ഇതിലേറെ ചെറിയ ടോപ്പിക്കാണ്. അത് മാത്രമല്ല നിങ്ങളെ സ്റ്റെം മോഡിഫിക്കേഷൻ ഒക്കെ എന്ത് എടുത്തിട്ടുണ്ട്? എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും മോഡിഫിക്കേഷനിലാണ് കുറച്ചധികം എന്ത് പറയാനുള്ളത്. എന്നാലും നമുക്ക് വെച്ച് പറഞ്ഞു പോവാം. അപ്പൊ ണെങ്കിൽ ഈ പിക്ചറിൽ ഇതാണ്, ഇതൊരു സ്റ്റെം ഉണ്ട്. അല്ലേ? ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ ലീവ്സ് വരുന്ന റീജിയനെയാണ് എന്ത് വിളിക്കുക? നോഡ്സ്. വോയിസ് ബ്രേക്ക് ആവണ്ടേ? ആ ഇപ്പൊ ബ്രേക്ക് ആവാൻ തുടങ്ങിയതാണ്. അത് ഇതുവരെ കുറച്ചേരം ഉണ്ടായി, പിന്നെ മാറി, പിന്നെ ഇപ്പൊ തുടങ്ങി. ഹലോ, അത് ഇപ്പോഴും പ്രശ്നമുണ്ടോ? ഇല്ല. ഇപ്പൊ ഓക്കെ ആണോ? ആ ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ പിക്ചറിൽ നോക്കണേ, സ്റ്റെമ്മില് ഈ ലീവ്സ് അറേസ് ചെയ്യണ ഏരിയക്കാണ് നമ്മൾ എന്ത് പറയാ? നോഡ്സ് എന്ന് പറയും. ലീഫ് അറേസ് ചെയ്യുന്ന പോയിന്റിനാണ് എന്ത് പറയാ? നോഡ്സ് എന്ന് പറയാം. രണ്ട് നോഡിന്റെ ഇടയിലുള്ള റീജിയൻ നമ്മൾ എന്ത് പറയും? ഇന്റർ നോഡ് എന്ന് പറയും. രണ്ട് നോഡിന്റെ ഇടയിലുള്ള റീജിയൻ നമ്മൾ എന്ത് പറയും? ഇന്റർ നോഡ് എന്ന് പറയും. ഓക്കെ. പിന്നെന്താണ് പിന്നെ പറയാനുള്ളത്? സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ബഡ്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ് നോഡ്സ് ഉണ്ടാവും, ഇന്റർനോഡ്സ് ഉണ്ടാവും, ബഡ്സ് കാണാൻ പറ്റും. ബഡ്സ് ടു ടൈപ്സ് ഉണ്ടാവും. ഒന്ന് ടെർമിനൽ ബഡ്. ടെർമിനൽ ബഡ് എന്ന് പറഞ്ഞാല്, രണ്ടാമത്തത് ആക്സിലറി ബഡ്. ടെർമിനൽ ബഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എൻഡിൽ കാണുന്ന ബഡിനെ നമ്മൾ എന്ത് പറയാം? ടെർമിനൽ ബഡ് എന്ന് പറയാം. എൻഡിൽ കാണുന്ന ബഡിന്, അപ്പെക്സിൽ കാണുന്നതിന് നമ്മൾ എന്ത് പറയാം? ടെർമിനൽ ആയിട്ട് കാണുന്ന ടിപ്പിൽ കാണുന്ന നമ്മൾ എന്ത് പറയും? ടെർമിനൽ എന്ന് പറയും. അതല്ലാതെ ഉള്ള ഏരിയയിൽ കാണുന്ന, ഇപ്പൊ ഇവിടെ കാണുന്നതിന് നമ്മൾ എന്ത് പറയും? ആക്സിലറി ബഡ് എന്ന് പറയും. ഒരു സ്റ്റെമ്മിന്റെ ടിപ്പിൽ അല്ലെങ്കിൽ ടിപ്പിൽ കാണുന്ന നമ്മൾ ടെർമിനൽ ബഡ് എന്ന് പറയും. അതല്ലാതെ കാണുന്ന പോയിന്റ്സിലുള്ള ബഡ് നമ്മൾ എന്ത് പറയും? ആക്സിലറി ബഡ് എന്ന് പറയും. ഓക്കെ. ഇതുവരെ ഒക്കെയാണോ? ആ ഇനി സ്റ്റെമ്മിന്റെ കുറച്ച്
ഫങ്ഷൻസ്. എന്തൊക്കെ സ്റ്റെമ്മിന്റെ ഫങ്ഷൻ? ഒരു ഫങ്ഷൻ എന്താന്ന് വെച്ചാല് എന്താണ്? ദേ സ്പ്രെഡ് ഔട്ട് എന്താണ്? ബ്രാഞ്ചസ് ടു ബെയർ ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. എന്തുണ്ട്? ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് സ്പ്രെഡ് ചെയ്യും. എന്തിനാണ്? ആ ബ്രാഞ്ചസിലൊക്കെ എന്തൊക്കെ കാണാൻ പറ്റും? ലീവ്സ് കാണാൻ പറ്റും, ഫ്ലവേഴ്സ് കാണാൻ പറ്റും, ഫ്രൂട്ട്സ് കാണാൻ പറ്റും. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് പറയാം എന്താണ്? ദേ ഹെൽപ്പ് ഇൻ കണ്ടക്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേസ്. എന്തൊക്കെയാണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഉണ്ട്, മിനറൽസ് ഉണ്ട് ആൻഡ് ഫോട്ടോസിന്തേസ്. ഫോട്ടോസിന്തേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടിങ് പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് എന്ത്? ഫോട്ടോസിന്തേസ്. അവരെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? സ്റ്റെം ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്? മോഡിഫൈ ചെയ്തിട്ട് എന്താവും? സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? സ്റ്റെം ഹെൽപ്പ് ചെയ്യും അല്ലെ? ഫോർ എക്സാമ്പിൾ ആരൊക്കെയാണ്? പൊട്ടാറ്റോ. പൊട്ടാറ്റോ എന്താണ്? ഒരു സ്റ്റെമ്മാണ്. അതേപോലെ നമ്മുടെ ജിഞ്ചർ, ഇഞ്ചി ഒരു സ്റ്റെമ്മാണ് അല്ലെ? പിന്നെ ഒരു ഫംഗ്ഷൻ എന്താണ്? സപ്പോർട്ട്. പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോവാതെ, ഒരു കാറ്റൊന്നും വരുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോവാതെ ആ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിർത്തുന്നത് ആരാണ്? സ്റ്റെമ്മാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ശരിക്കും നിങ്ങൾക്ക് സ്റ്റെമ്മിനെ പറ്റി എന്ത് ചെയ്യാന്? പഠിക്കാൻ. പക്ഷെ എന്താണ്? നമുക്ക് മോഡിഫിക്കേഷനും കൂടി എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് പോവാം. ഇതുവരെ ഓക്കെ അല്ലേ? ഫങ്ഷൻസ് വരെ ഓക്കെ അല്ലേ? ആ നമുക്ക് മോഡിഫിക്കേഷൻസും കൂടി പറയാം. ഇൻ കേസ് നിങ്ങൾക്ക് വന്നാൽ എന്ത് ചെയ്യണം? എഴുതാൻ പറ്റണം. മോഡിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? സ്റ്റോറേജ് ഓഫ് ഫുഡ്. ചില സ്റ്റെംസ് സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. നമ്മുടെ പൊട്ടാറ്റോ, ജിഞ്ചർ, ടർമറിക്. പിന്നെ അതേപോലെ ഞാൻ ടെക്സ്റ്റിൽ രണ്ടെണ്ണം കൂടി പറഞ്ഞു. ഇപ്പത്തെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. പണ്ട് ഒന്ന് ജമീൻ ഖാൻ പറഞ്ഞിട്ടൊന്ന്, പിന്നെ ഒന്ന് കൊളക്കേഷ്യ എന്ന് പറഞ്ഞിട്ട് ഒന്ന്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫൈ ആയ സ്റ്റെംസിന്റെ പേര്. അതൊന്നും. പിന്നെ അടുത്തൊരു മോഡിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെം ടെൻഡ്രിൽസ് ഉണ്ട്. സ്റ്റെം ടെൻഡ്രിൽസ്. സ്റ്റെം ടെൻഡ്രിൽസ് എന്തിനാന്ന് വെച്ചാല് ക്ലൈംബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അവര് എന്ത് ഹെൽപ്പ് ചെയ്യും? ക്ലൈംബിങ്ങിനൊക്കെ അവരുടെ എക്സാമ്പിൾസ് ആണ് എന്താണ്? ഗാർഡ്സ്. പല ടൈപ്പ് ഗാർഡ്സ് ഇല്ലേ? ഏതൊക്കെ? കുക്കുംബർ ഉണ്ട്, പിന്നെ വാട്ടർ മെലൺ. ഇതൊക്കെ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മത്തനൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. മത്തനൊക്കെ വള്ളി ഉണ്ടാവും ചെറുതായിട്ട് അല്ലെ? ഈ വള്ളി എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്തുണ്ട്? ഗ്രേപ്പിൽ. ഗ്രേപ്പില് അറ്റ്ലീസ്റ്റ് ഫിലിമിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഗ്രേപ്പിൽ ഇങ്ങനെ ഒരു കോയിൽഡ് പോലത്തെ അവിടെ പിക്ചർ ഞാൻ കാണിച്ചത്. ഇത് കണ്ട? ഇത് കണ്ട? ഈ പിക്ചർ കണ്ട? ഇതാണ് എന്ത്? ടെൻഡ്രില്. മുന്തിരി വള്ളി, അതേപോലെ ടെൻഡിന്റെ വള്ളി ഒക്കെ എന്താണ്? സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ സ്റ്റെം ടെൻഡ്രില് പറഞ്ഞ്, സ്റ്റോറേജ് ഓഫ് ഫുഡ് പറഞ്ഞ്, പിന്നെന്താണ് ഒരു മോഡിഫിക്കേഷൻ? ചില സ്റ്റെംസ് തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യും. ചില സ്റ്റെംസ് എന്ത് ചെയ്യും?
ടോൺസ് വെച്ച് മോഡിഫൈ ചെയ്യും. അതായത് നമ്മളെ കാക്ടസ് പോലുള്ള ചില സിട്രസ് ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ പിന്നെ ബൊഗെയിൻവില്ല ഒക്കെ എന്താണ് ടോൺസ് ആയിട്ട് ചെമ്മന്റെയും മോഡിഫൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതായത് വല്ല ആനിമൽസും സംഭവങ്ങളൊക്കെ വന്ന് ഇത് കഴിക്കാതിരിക്കാനും നശിപ്പിക്കാതിരിക്കാനും വേണ്ടി ഇതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ടോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഒരെണ്ണം എന്താന്ന് വെച്ചാല് എന്താണ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. രണ്ട് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഒരെണ്ണം ഒപ്പൻഷ്യ, അടുത്തത് യൂഫോർബിയ. ഒപ്പൻഷ്യ, യൂഫോർബിയ. ഒപ്പൻഷ്യ എന്ന് പറഞ്ഞാല് എന്താണ്? ഫ്ലാറ്റൻഡ് ആണ്. പിക്ചർ കാണിച്ചാല് ഫ്ലാറ്റൻഡ് ആണ്. ഇത് കുറച്ച് ഫ്ലഷി സിലിണ്ടറിക്കൽ. ഓക്കെ, അവരെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും. എവിടെ? ഇത് യൂഷ്വലി കാണുന്നത് എവിടെയെന്ന് പറയോ? കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അരിഡ് ക്ലൈമറ്റിലാണ് ഇവരെ കാണുന്നത്. ഇവരെന്ത് ചെയ്യും? സ്റ്റെമ്മിന്, അതായത് ഇപ്പൊ ലീഫ് വഴി ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ ഒരുപാട് ഇത് പോകും. എന്ത് പോകും? വാട്ടർ പോകും, ഇവാപറേഷൻ നടക്കും. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യും? ചെയ്തിട്ട് സ്റ്റെമ്മ് വഴി എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് നടക്കും. ഒപ്പൻഷ്യയിലും യൂഫോർബിയയിലും. ഇവിടെ പിക്ചർ ഞാൻ കൊടുത്തത് ഇതാ. ഇതാണ് എന്ത്? യൂഫോർബിയ. ഫ്ലഷി, കുറച്ചും കൂടി സിലിണ്ട്രിക്കൽ ആയിട്ട് ഫ്ലഷി സിലിണ്ട്രിക്കൽ യൂഫോർബിയ. ഇതാണ് എന്ത്? ഒപ്പൻഷ്യ. കണ്ട, അത് കുറച്ചും കൂടി ഫ്ലാറ്റൻഡ് ആണ്. ഇവിടെ ഇത് കാണില്ലേ? ഇതാ ഈ ഒരു ഇത് കാണില്ലേ? ഫ്ലാറ്റൻഡ് ആണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ സ്റ്റെമ്മിന്റെ കുറച്ചും കൂടി മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഒരു പേര് ഞാൻ ഇവിടെ എഴുതി തരാം. റണ്ണർ ഉണ്ട്, അതേപോലെ സ്റ്റോളിനുണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്, ട്രൈസോം ഉണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് റണ്ണർ സ്റ്റോളിൽ നിങ്ങൾ ടെക്സ്റ്റിൽ മെൻഷൻ എക്സാമ്പിൾ ആണ് ഉള്ളത്. ഗ്രാസും അതേപോലെ സ്ട്രോബെറി. സ്റ്റോളിന്റെ എക്സാമ്പിൾ ആണ് മിന്റ്, ജാസ്മിൻ. ഓഫ്സെറ്റിന്റെ എക്സാമ്പിൾ ആണ് പിസ്റ്റിയ, ഐക്കോർണിയം. അതുപോലെ റൈസോമിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ബനാന, പൈനാപ്പിൾ, സോറി റൈസോം അല്ല കേട്ടോ, ഇത് സക്കറാണ്. പേര് കൊണ്ടിട്ടുള്ളത് ബനാന, പൈനാപ്പിൾ, പിന്നെ ക്രൈസാന്തമം പറഞ്ഞിട്ട് ഒരു പ്ലാന്റ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാ? എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഇതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാ? അറിഞ്ഞിരിക്കാം. റണ്ണറിന്റെ എക്സാമ്പിൾ എന്താണ്? സ്റ്റോളിന്റെ എക്സാമ്പിൾ എന്താണ്? ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ടെക്സ്റ്റ് വായിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇതൊക്കെ എന്താണ്? എ ടൈപ്പ് ഓഫ് എന്താണ്? സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓൾ ദിസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ. അതെങ്ങനെയാണുള്ളത് നമ്മൾ NCERT വായിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം.
The stem may not always be typically like what they are expected to be. അതാണ് ഞാൻ പറഞ്ഞത്. അവർ ടിപ്പിക്കൽ ഫംഗ്ഷൻ അവർ എന്താണോ അതല്ലാതെ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് പറയാ, മോഡിഫിക്കേഷൻ എന്ന് പറയാം അല്ലെ. ദേ ആർ മോഡിഫൈഡ് ടു പെർഫോം ഡിഫറെന്റ് ഫംഗ്ഷൻസ്. The underground stem of potato, ginger, turmeric, zamindal, colocasia are modified to store food in them. ഏതൊക്കെയാണ്? പൊട്ടാറ്റോ, ജിഞ്ചർ, ടെർമറിക്, zamindal, colocasia മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. They also act as organ of perennation to tide over condition unfavorable for growth. ആ സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു അൺഫേവറബിൾ കണ്ടീഷന് കാണുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അൺഫേവറബിൾ കണ്ടീഷൻ കാണുകയാണെങ്കിൽ ഓർഗൻ ഓഫ് പെരിനേഷൻ എന്ന് പറഞ്ഞാല്, പെരിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേർഡ് മീനിങ് ആയിട്ട് പറഞ്ഞത് ആ ഒരു അൺഫേവറബിൾ കണ്ടീഷന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗൻ ആയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ സ്റ്റെം മോഡിഫിക്കേഷനിൽ, അതായത് ഈ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പെരിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അൺഫേവറബിൾ കണ്ടീഷന് ഓവർകം ചെയ്യാനുള്ള പ്രോസസ്സ്. എന്താണ്, പല സീസണിലും പല പോലെ ഇരിക്കും. വിന്റർ സീസണിൽ, സമ്മർ സീസണിലൊക്കെ ചെറിയ ചെറിയ എന്ത് വരും? ചേഞ്ചസ് വരും. അപ്പൊ ചിലപ്പോ ചില സീസണിൽ എന്തായിട്ടിരിക്കും? ഡോർമെന്റ് ആയിട്ടിരിക്കും. ചില സീസണിൽ എന്തായിരിക്കും? ഭയങ്കര എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ എന്ത് അൺഫേവറബിൾ കണ്ടീഷൻ ആണോ വരുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഓർഗൻസ് ആയിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റെം മോഡിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു മോഡിഫിക്കേഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. അടുത്ത മോഡിഫിക്കേഷൻ ഇതാ, സ്റ്റെം ടെൻഡ്രിൽസ്. ഒന്ന് സ്റ്റോർ ഫുഡിന്റെ. അടുത്ത എന്താണ്? സ്റ്റെം ടെൻഡ്രിൽ വിച്ച് ഡെവലപ്പ് ഫ്രം ആക്സിലറി ബഡ്. സ്റ്റെം ടെൻഡ്രിൽ ആക്സിലറി ബഡ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്ലെൻഡർ സ്പൈറലി കോയിൽ ഹെൽപ്പ് പ്ലാന്റ് ടു ക്ലൈംബ്. എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലാന്റിന് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ? പല ടൈപ്പ് ഗോഡ്സിൽ കാണും. കുക്കുംബർ, പംകിൻ, വാട്ടർമെലൺ. അതേപോലെ എവിടെ കാണും? ഗ്രേപ്പ് വള്ളി, മുന്തിരി വള്ളികളുള്ള, അതായത് പംകിൻ, മത്തൻ വള്ളി കണ്ടിട്ടുണ്ടാവും, പിന്നെ മുന്തിരി വള്ളി കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഇതാ ഞാനിവിടെ പിക്ചർ കൊടുക്കുന്നത് കണ്ട, ഇങ്ങനെ ടെൻഡ്രിൽ, സ്റ്റെം ടെൻഡ്രിൽ. ഇത് സ്റ്റോറേജിൽ. ഈ പിക്ചർ സ്റ്റോറേജിൽ. ജിഞ്ചർ ഉണ്ട്, കൊളക്കേഷ്യ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഒക്കെ എന്താണ്? സ്റ്റോറേജിന്. പിന്നെ അത് സ്റ്റെം ടെൻഡ്രിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്. അടുത്തത് എന്താണ്? അടുത്തത് ടോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ടോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ടോൺസ് വലിയ പ്ലാന്റ്സ് ഏതിലൊക്കെ കാണാൻ പറ്റും? സിട്രസിൽ കാണാൻ പറ്റും, ബൊഗെയിൻവില്ലയിൽ കാണാൻ പറ്റും. എന്തിനാണ്? പ്രൊട്ടക്ട് പ്ലാന്റ്സ് ഫ്രം ബ്രൗസിങ് ആനിമൽസ്. അതായത് ഈ പ്ലാന്റിന് കേട്ടോ, ഇതാണ് തോൺസ്. മോഡിഫൈഡ് ഇൻ തോൺസ് ഉണ്ടാക്കാം. ഈ പ്ലാന്റിനെ ബ്രൗസിങ് ആനിമൽസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? സ്റ്റെംസ് തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നത്. പിന്നെന്താണ്? സം പ്ലാന്റ്സ് ഓഫ് അറിഡ് റീജിയൻസിൽ സ്റ്റെം മോഡിഫൈഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് കൊടുക്കുന്നത്? ഒപ്പൻഷിയ, യൂഫോർബിയ. അരിഡ് റീജിയൻസിലുള്ള ചില പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സ്റ്റെം മോഡിഫിക്കേഷൻ നടത്തും. ഞാനിവിടെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത്, പൊട്ടാറ്റോ, ജിഞ്ചർ, ടെർമറിക്, ബെലീൻപൽ, കൊളക്കേഷ്യ ഒക്കെ എന്താണ്? ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റെം ടെൻഡ്രിലിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കുക്കുംബർ, പംകിൻ, വാട്ടർമെലൻ, ഗ്രേപ്പ്. തോൺസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സിട്രസും ബൊഗെയിൻവില്ലയും. അതേപോലെ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ്? ഒപ്പൻഷിയ, യൂഫോർബിയ. നിങ്ങള് ഈ പോർഷൻ വായിക്കൂല എന്ന് എനിക്കറിയാം, പക്ഷെ എവിടെയെങ്കിലും ഒരു സൈഡിലെങ്കിലും ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുതാൻ പറ്റണം. ചാൻസ് ഇല്ല ചോദിക്കാന്. ഇനി അഥവാ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. നമ്മളൊരു 4 മാർക്ക് എന്നൊക്കെ പറഞ്ഞാല് ഒരു മാർക്കിന് ആയിരങ്ങളുടെ വ്യത്യാസമാണ് റാങ്കിന് വരിക. അപ്പൊ 4 മാർക്ക് എന്ന് പറഞ്ഞാല് 4000 റാങ്കിന് വ്യത്യാസം നമുക്ക് വരാം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? മിസ്സായി പോകരുത്. ജസ്റ്റ് ഈ എക്സാമ്പിൾസ് എങ്കിലും എന്ത് ചെയ്യാം? വായിച്ച് പോവാം. പിന്നെ അടുത്തത് എന്താണ്? ഞാൻ പറഞ്ഞ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കുറച്ച് കാര്യങ്ങൾ. ഏതൊക്കെയാണ്? അണ്ടർഗ്രൗണ്ട്, സോറി,
underground stems of some plants ഏതൊക്കെ ഗ്രാസ് strawberry spread to new niches and when older part like new plants are found. അതായത് ഇവൻ എന്ത് ചെയ്യും പുതിയ റീജിയനിലേക്ക് സ്പ്രെഡ് ആവും. ചില ഏതൊക്കെ ഗ്രാസും സ്ട്രോബെറിയൊക്കെ പുതിയ ഡിഷസ് പുതിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും ഓൾഡർ പാർട്ട് മരിക്കുമ്പോൾ ന്യൂ പ്ലാന്റ്സ് ആ പുതിയ ഏരിയയിൽ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഇതാണ് എന്ത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് റണ്ണർ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റണ്ണർ സ്ട്രോബെറി നമ്മുടെ എഴുതും. ഇതാണ് എന്ത് റണ്ണർ. ഇവരെന്ത് ചെയ്യും പുതിയൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും ആ പഴയ പ്ലാന്റ് മരിക്കുമ്പോ ആ പുതിയ സ്പ്രെഡായി ഗ്രോ ചെയ്തിട്ടുണ്ടാവില്ല അതൊരു ന്യൂ പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യും വളർന്നു വരും. പിന്നെ in plants like mint and jasmine, a slender lateral branch arises from the base of the main axis and after growing radially for some time arches down to touch the ground. അതായത് ഇത് കണ്ട ഇതാണ് ഇത് മിന്റും ജാസ്മിനും വിചാരിക്കും ഇങ്ങനെ പ്ലാന്റ് ആണ് അല്ലെ. ഇതൊന്നും എന്ത് ചെയ്യും ഒരു സ്റ്റെം ഇങ്ങനെ താഴ്ത്തിക്ക് വരും. എന്നിട്ട് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. നമ്മുടെ ഗ്രൗണ്ട് അല്ലെ. ഇവിടെ ടച്ച് ചെയ്യും. ഗ്രൗണ്ട് ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും അവിടെ ഒരു പുതിയ ഡോട്ടർ പ്ലാന്റ് ഉണ്ടാവും. അതാണ് ഏതിൽ കാണുന്നത് മിന്റിലും ജാസ്മിനിലും കാണുന്നത്. ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരാണ് ചോളം. ഇതും ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇവരെന്തെയും ആർച്ചസ് ഡൗൺ ടു ടച്ച് ദ ഗ്രൗണ്ട്. ആ ടച്ച് ചെയ്യുന്ന ഏരിയയിൽ എന്ത് ചെയ്യും ഒരു സ്റ്റെമ്മാണല്ലോ ടച്ച് ചെയ്യുന്നത്. അവിടുന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവും. അതിന്റെ പേരാണ് എന്ത് സ്റ്റോളം. ഓക്കെ, ഇതിലാണ് മിന്റിലും ജാസ്മിനിലും. അടുത്തത് a lateral branch with short internodes, each nodes bearing rosette of leaves and tuft of root is found in aquatic plants like Pistia eichhornia. ഇവിടെ കണ്ടോ ഇവർക്ക് എന്ത് ചെയ്യും ഇവർക്ക് ഇതൊക്കെ റൂട്ട്സ് ആണ്. സ്റ്റെമ്മുമെന്നാണ് വരുന്നത്. ഇതെന്താണ് ഇതൊരു നോഡാണ് ഇതൊരു നോഡാണ്. ഇവർക്ക് ഷോർട്ട് ഇന്റർനോഡ് ആയിരിക്കും. ഇന്റർനോഡ് എന്തായിരിക്കും ഷോർട്ട് ആയിരിക്കും. ഇനി ഈ നോഡിന് ഒരുപാട് റൂട്ട്സ് ഉണ്ടാവും. നോഡിൽ എന്തുണ്ടാവും ടഫ്റ്റ് ഓഫ് റൂട്ട്സ് ഉണ്ടാവും. റോസെറ്റ് ഓഫ് ലീവ്സ് ഉണ്ടാവും. കണ്ടോ ഒരുപാട് ലീവ്സ് ഒരുപാട് റോസെറ്റ് ഓഫ് ലീവ്സ് ഉണ്ട്. അതേപോലെ ടഫ്റ്റ് ഓഫ് എന്തുണ്ട് ടഫ്റ്റ് ഓഫ് ഫ്രൂട്ട് ഉണ്ട്. ഇവർ ഇന്റർനോഡ് ഭയങ്കര ഷോർട്ട് ആയിരിക്കും. നോഡ്സ് എന്നാണ് അതായത് സ്റ്റെമ്മും അല്ല നോഡ്സ് എന്നാണ് എന്ത് വരുന്നത് ഈ റോസെറ്റ് ഓഫ് ലീവ്സും ടഫ്റ്റ് ഓഫ് റൂട്ട്സും. ഇതിന് നമ്മൾ എന്ത് വിളിക്കുക ഈ മോഡിഫിക്കേഷൻ നമ്മൾ ഓഫ്സെറ്റ് എന്ന് വിളിക്കും. പിസ്റ്റിയ ഐക്കോർണിയ പോലെയുള്ള അക്വാട്ടിക് പ്ലാന്റ്സിലാണ് ഓഫ്സെറ്റ് കാണുക. ഓക്കെ, പിസ്റ്റിയ ഐക്കോർണിയ പോലെയുള്ള അക്വാട്ടിക് പ്ലാന്റിലാണ് എന്ത് കാണുക ഓഫ്സെറ്റ് കാണുക. അടുത്തത് എന്താണ് പൈനാപ്പിൾ ബനാന ക്രൈസാന്തമം നമുക്ക് എന്താ ചെയ്യാം lateral branch originates from the basal and underground portion of the main stem, grow horizontally beneath the soil and then come out obliquely upward giving rise to leafy shoot. നമ്മള് പൈനാപ്പിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുന്നത് ഇങ്ങനെ മേലക്ക് ലീഫ് വന്നിട്ട് അതൊന്നും ഇങ്ങനെ പൈനാപ്പിൾ നിൽക്കലല്ല. ഈ സെന്റൻസ് നോക്ക് എന്താണ് ലാറ്ററൽ ബ്രാഞ്ച് ഒറിജിനേറ്റ് ഫ്രം ദ ബേസ്. അതായത് ബേസിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ മെയിൻ സ്റ്റെമ്മിന് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യും ബിനീത് ദ സോയിൽ. അതായത് സോയിലിന്റെ പുറത്തേക്ക് വന്നിട്ട് അപ്വേർഡ് ഗ്രോ ചെയ്ത് ഗിവിംഗ് ലീഫി ഷൂട്ട്. സ്റ്റെമ്മ് എന്ത് ചെയ്യും beneath lateral branches originate from the basal and underground portion of the main stem. മെയിൻ സ്റ്റെമ്മിന്റെ അണ്ടർഗ്രൗണ്ട് പോർഷനിൽ എന്ത് ഡെവലപ്പ് ചെയ്യും ലാറ്ററൽ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യും. അവരെന്ത് ചെയ്യും ഹൊറിസോണ്ടലി ഗ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യും സോയിലിന്റെ പുറത്തേക്ക് വരും. അവിടെ നമുക്ക് ലീഫി ഷൂട്ട്സും ഫ്രൂട്ടൊക്കെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കാം ഈ മോഡിഫിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ടക്കർ. അങ്ങനെ 4 സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട് റണ്ണർ സ്റ്റോളൻ ഓഫ്സെറ്റ് ടക്കർ. ഇതിലൊക്കെ പേരുകൾ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിക്കുക മറന്നു പോകരുത്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടെങ്കിലും ചെയ്യാം. അപ്പൊ അത്രേ സ്റ്റെമ്മിനെ പറ്റിയിട്ടുള്ളൂ. അടുത്തത് ലീഫാണ്. സ്റ്റെം ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ,
അപ്പൊ അടുത്തത് എന്താണ്? ലീഫാണ്. ലീഫിനെ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലീഫിന്റെ ഡിഫറെന്റ് പാർട്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ലീഫ് അല്ലെ. ഈ സെന്ററിൽ കൂടെ പോകുന്ന ഒരു വെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് വിളിക്കും? മിഡ് ഡ്രിപ്പ് എന്ന് വിളിക്കും. വെയിൻസ് ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്. ഈ മൊത്തം സംഭവമില്ലേ, ഇതാ ഈ മൊത്തം ലീഫിന്റെ ഈ ഒരു ഏരിയ, ഗ്രീൻ ഏരിയ, അതിനെ നമ്മൾ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്ന് വിളിക്കും. ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്ന് വിളിക്കും. പിന്നെ ഈ പോർഷനിലെ ഇതാ ഈ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോർഷൻ കളർ കൊടുക്കുക. ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് വിളിക്കാം? പീറ്റിയോൾ എന്ന് വിളിക്കാം. ഓക്കെ, സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ലാമിന സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് അല്ല, ആ ഒരു ഏരിയ, അത് നമ്മൾ എന്ത് വിളിക്കും? പീറ്റിയോൾ എന്ന് വിളിക്കും അല്ലെ. പിന്നെ എന്താണ്, ഉം, ഉം. ഈ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുക? ലീഫ് ബേസ് എന്ന് വിളിക്കാം. പീറ്റിയോള് സ്റ്റമ്മിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കാം? ലീഫ് ബേസ് എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്തൊക്കെയുണ്ട്? ലാമിന ഉണ്ട്, ലാമിന ഓഫ് ലീഫ് ബ്ലേഡ് എന്ന് പറയും, അതാണ് ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ. പിന്നെ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? വെയിൻസ് ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്. മെയിൻ സെന്ററിൽ കൂടി പോണ പോർഷൻ ആണ് എന്ത്? മിഡ് റിബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ലാമിനെ സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷൻ നമ്മൾ പീറ്റോൾ എന്ന് വിളിക്കും. ആ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് നമ്മൾ എന്ത് വിളിക്കും? ലീഫ് ബേസ് എന്ന് വിളിക്കും. ഇനി ഇവരുടെ ഇപ്പൊ ഫങ്ഷൻ എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് പീറ്റിയോൾ. പീറ്റിയോൾ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു ഹോൾഡ് ദ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന. അതിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊട്ടിപ്പോവാതെ ഇങ്ങനെ വിൻഡൊക്കെ വരുമ്പോൾ അതിന് ഹോൾഡ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് നിർത്തുന്നത് ആരാണ്? പീറ്റിയോളാണ്. പിന്നെ എന്താണത്? ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ബ്ലേഡ് അതാണ് എന്ത്? ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ. യൂഷ്വലി അവിടെ എന്താ നടക്കുക? ഫോട്ടോസിന്തസിസ് ആണ് നടക്കുക. ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യാൻ? ലീഫ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലീഫ് ബേസ്. ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ഇതില് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, ഈ ലീഫ് ബേസ് ഉണ്ടല്ലോ, പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, അത് ഈ ലീഫ് ബേസ് ഉണ്ടല്ലോ, ലീഫ് ബേസ് ചിലതില് കുറച്ച് ഡിഫറൻസ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, മോണോ കോട്ടിലിഡൻസ്. മോണോ കോട്ടിലിഡൻസിന്റെ ലീഫ് ബേസ് ഷീറ്റ് ലൈക്ക് ആണ്. ഷീറ്റ് ലൈക്ക് ആണ്. നമ്മൾ ശരിക്കും ഒരു പുല്ലുണ്ടല്ലോ, നമ്മളെ ഗ്രാസ്, അതെടുത്തിട്ട് ആ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഒന്ന് നോക്കുക. അപ്പൊ മനസ്സിലാവും അതൊരു ഷീറ്റ് ലൈക്ക് ആണ്. ഒരു ചെറിയൊരു ഷീറ്റ് പോലെ കാണാൻ പറ്റും മോണോകോട്ടിലിഡൻ. അതേപോലെ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മളെ പയറ് പറഞ്ഞല്ലോ, ലെഗ്യൂമിനസ് പ്ലാന്റില് ലീഫ് ബേസ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് എന്താണ്? അത് കുറച്ച് സ്വൊള്ളൻ ആണ്. സ്വൊള്ളൻ ലീഫ് ബേസ് ആണ്. അത് നമ്മൾ എന്ത് വിളിക്കും? പൾവിനസ് വിളിക്കും. പൾവിനസ് വിളിക്കും. എന്താണ്? സ്വൊള്ളൻ ലീഫ് ബേസ് ആണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. അത് നമ്മൾ എന്ത് വിളിക്കും? പൾവിനസ് വിളിക്കും. അതിനെ നമ്മള് പൾവിനസ് വിളിക്കും. അതാണ് ലീഫ് ബേസിൽ നോക്കാനുള്ള. മോണോകോട്ടിലിഡൻസിലാണെങ്കിൽ ഒരു ഷീറ്റ് ആണ്. ലെഗൂമിനസ് പ്ലാന്റ്സിലാണെങ്കിൽ കുറച്ച് സ്വെള്ളനാണ്. ഇത് നമ്മൾ എന്താ വിളിക്കുക? പൾവിനസ് വിളിക്കും. പിന്നെ ലീഫിൽ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് വീനേഷൻ. അപ്പൊ വാട്ട് ഇസ് വീനേഷൻ? വീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇറ്റ് ഈസ് ദ വീനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ലീഫ്. ലീഫിന്റെ ലാമിനയിൽ എങ്ങനെയാണ് വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനാണ് വീനേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ദ arrangement of veins and veinlets എവിടെ in the lamina of leaves. ഒരു ലീഫിന്റെ ലാമിനയിൽ എങ്ങനെയാണ് വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വീനേഷൻ എന്ന് വിളിക്കാം. വീനേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? വീനേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് പാരലൽ വീനേഷൻ, അടുത്തത് റെക്ടിക്കുലേറ്റ് വീനേഷൻ. വീനേഷൻ 2 ടൈപ്പ് ഉണ്ട്. പാരലൽ വീനേഷനും സെക്കൻഡ് പാരലൽ വീനേഷനും റെക്ടിക്കുലേറ്റ് വീനേഷനും. നോക്കണേ, ഇതൊരു ലീഫാണ്. ഇത് വേറെ ലീഫ്. അല്ലെ, ഇവിടെ ഇങ്ങനെ പാരലൽ ഒക്കെ എന്താണ്? പാരലൈറ്റാണ് പോണത്. അത് നമ്മൾ പാരലൽ വീനേഷൻ. ഇവിടെ വെയിൻസ് എങ്ങനെ പോണത്? ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് പോലെ ഇങ്ങനെ പോകും. ഇപ്പൊ ഇത് തോന്നുന്നു നമ്മൾ ആൽമരത്തിന്റെ ഇലയിലൊക്കെ റെക്ടിക്കുലർ വീനേഷൻ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിലുള്ളത്. റെക്ടിക്കുലേറ്റ് വീനേഷനുള്ളത് ഇതാണ് പാരലൽ വീനേഷൻ. ഇതാണ് ഇതിന്റെ റെക്ടിക്കുലേറ്റ് വീനേഷൻ. റെക്ടിക്കുലേറ്റ് വീനേഷനിൽ എന്താ കാണാൻ പറ്റുക? അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? നെറ്റ്വർക്ക് ലൈക്ക് ആയിരിക്കുന്നുണ്ട് അറേഞ്ച്മെന്റ്. ഇവിടെ എങ്ങനെയാണ്? പാരലൽ ആയിട്ടായിരിക്കും വെയിൻസും വെയിൻലെറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ വെയിൻസും വെയിൻലെറ്റ്സ് ഒക്കെ നെറ്റ്വർക്കിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് എവിടെ കാണുക എന്നുള്ളത്. പാരലൽ വീനേഷൻ എവിടെ കാണുക? യൂഷ്വലി മോണോകോട്സിലാണ് കാണുക. റെക്ടിക്കുലേറ്റ് വീനേഷൻ യൂഷ്വലി എവിടെ കാണുക? ഡൈകോട്സിലാണ് കാണുക. മറക്കരുത്, പാരലൽ വീനേഷൻ എവിടെ കാണുക? മോണോകോട്സിലാണ് കാണുക. റെക്ടിക്കുലേറ്റ് വീനേഷൻ എവിടെ കാണുക? ഡൈകോട്സിലാണ് കാണുക. മറക്കരുത്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. രണ്ട് ടൈപ്പ് വീനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ വീനേഷൻ, റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഞങ്ങൾ ഇവിടെ ഒരു ടേം പരിചയപ്പെടുത്തി തരാം. ആക്രോപെറ്റൽ അറേഞ്ച്മെന്റ്. ആക്രോപെറ്റൽ അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു പ്ലാന്റ് എടുക്കും. ഒരു പ്ലാന്റിന് എടുക്കാം. അതിന്റെ ലീവ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ന്യൂ ലീഫ് കൊണ്ട് കുഞ്ഞു ലീവ്സ് ഒക്കെ മേലെ ഉണ്ടാവാം. താഴത്തേക്ക് വരുന്ന കുറച്ച് മുന്നേ ഫോം ചെയ്ത വലിയ ലീവ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പുതിയ ഫോം ചെയ്യുന്ന കുഞ്ഞു ലീവ്സ് ഒക്കെ എവിടെ ഉണ്ടാവാം? മേലെ ഉണ്ടാവാം. മുന്നേ പണ്ടത്തെ വലിയ ലീവ്സ് താഴത്തേക്ക് പോണതിനനുസരിച്ച് ഇങ്ങനെ വലിപ്പം കൂടി വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു അറേഞ്ച്മെന്റ് ഞാൻ എന്താ പറയാ? ആക്രോപെറ്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയും. ജസ്റ്റ് ആ വേർഡ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് വായിക്കുമ്പോൾ അത് വരും.
പിന്നെ ലീഫിനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ടൈപ്സ് ഓഫ് ലീഫ്. ടൈപ്സ് ഓഫ് ലീവ്സ്. ലീവ്സ് നമുക്ക് എന്ത് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് സിമ്പിൾ, അടുത്തത് എന്താണ്? ഒന്ന് സിമ്പിൾ ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? കോമ്പൗണ്ട്. അപ്പൊ സിമ്പിൾ ലീവ്സ് എന്താന്ന് വെച്ചാല് എന്താണ്? അതിന്റെ ലാമിന ഒന്നെങ്കിൽ എൻഡെയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഇൻസിഷൻസ് ഉണ്ടെങ്കിൽ ഇൻസിഷൻസ് എവിടെ തട്ടാൻ പാടില്ല? അതിന്റെ മിഡ് റിബില് തട്ടാൻ പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇതൊരു സിമ്പിൾ ലീഫാണ്, ഒരു സിമ്പിൾ ലീഫ് അല്ലെ? ഇതൊരു ഇൻസൈസ്ഡ് ലീഫാണ്, പക്ഷെ എന്നാൽ പോലും ഇതൊരു സിമ്പിൾ ലീഫാണ്. കാരണം എന്തില്ല, ഇതിന്റെ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഉള്ളിലേക്ക് വരുന്ന ഈ സംഭവങ്ങളില്ലേ, ഇതിനെയാണ് ഇൻസിഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഞാൻ വരച്ച ലീഫിൽ എന്തില്ല? ഇൻസിഷൻസ്. ഇതൊരു സിമ്പിൾ ലീഫാണ് വിത്തൗട്ട് എനി ഇൻസിഷൻസ്. അതിന്റെ ലാമിന പറഞ്ഞ മൊത്തം സാധനം എൻഡയർ ആണ്. ഈ രണ്ടാമത് വരച്ചിൽ എന്തുണ്ട്? ഇൻസിഷൻസ് ഉണ്ട്. പക്ഷെ ഇൻസിഷൻസ് എന്ത് ചെയ്യുന്നില്ല? മിഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെന്ററിൽ കൂടി പോകുന്നതല്ലേ മിഡ്രിപ്പ്. ഇൻസിഷൻസ് എന്ത് ചെയ്യുന്നില്ല? മിഡ്രിബുമ പോയി തട്ടണില്ല. അപ്പൊ അങ്ങനെ ഉള്ള ലീവ്സ് ഒന്നുകിൽ ലാമിന എൻഡെയർ ആവണം. ഇനി ഇൻസിഷൻ ഉണ്ടെങ്കിൽ ഇൻസിഷൻ എന്ത് ചെയ്യാൻ പറ്റൂല? മിഡ്രിബുമ പോയി തട്ടാൻ പാടില്ല. അങ്ങനത്തെ ലീവ്സ് നമ്മൾ എന്ത് വിളിക്കും? സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കും. അപ്പൊ കോമ്പൗണ്ട് ലീവ്സിൽ എന്താ ഉണ്ടാവുക? ഈ ഇൻസിഷൻസ് എന്ത് ചെയ്യും? ഈ ഇൻസിഷൻസ് മിഡ്രിബുമ പോയി തട്ടും. ഇൻസിഷൻസ് എന്ത് ചെയ്യും? മിഡ്രിബുമ പോയി തട്ടും. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? അത് കുറേ ലീഫ്ലെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? പോയി തട്ടിച്ച് എന്താ ചെയ്യും? കുറേ ലീഫ്ലെറ്റ്സ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ എൻഡില് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു കോമൺ പോയിന്റില് എല്ലാ ഇൻസിഷനും വന്ന് തട്ടും. ഇതൊക്കെ ഒരു ഇൻസിഷനോ, ഇതൊരു ഇൻസിഷൻ, ഇതൊരു ഇൻസിഷൻ അല്ലേ? ഇതൊക്കെ ഒരു കോമൺ പോയിന്റിൽ വന്ന് തട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരിങ്ങനെ കുറേ ലീഫ്ലെറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഒരു മിഡ്രിബുമ്മ കുറേ ലീഫ്ലെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? കാണാൻ പറ്റും. അപ്പൊ സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാമിന എൻഡെയർ ആവണം, അല്ലെങ്കിൽ ഇൻസിഷൻ ഉണ്ടെങ്കിൽ ഇൻസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? മിഡ്രിബുമ്മ പോയി തട്ടാൻ പറ്റില്ല. വേറെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറെ ലീഫ്ലെറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും, മിഡ്രിബുമ പോയി തട്ടും. അതാണ് കോമ്പൗണ്ട് ലീഫ്. ഈ കോമ്പൗണ്ട് ലീഫില് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇതാണ് എന്ത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? പാമേറ്റ്ലി കോമ്പൗണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലീഫ്ലെറ്റ് അറ്റാച്ച് ടു എ കോമൺ ആക്സിസ്. അല്ല, ഈ ലീഫ്ലെറ്റ് ഒക്കെ ഒരു കോമൺ ആക്സിസിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എവിടെ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് നമുക്ക്. പാമേറ്റ്ലി കോമ്പൗണ്ട് എന്താ ഉണ്ടാകുന്നത്? ലീഫ്ലെറ്റ് അറ്റാച്ച് ടു എ കോമൺ പോയിന്റ്. ഇതാ ഈ ഒരു കോമൺ പോയിന്റുമേക്കാണ്. ഇതൊക്കെ ഓരോ ലീഫ്ലെറ്റ് ആണ്. ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊക്കെ ഒരു ലീഫ്ലെറ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ലീഫ്ലെറ്റ്, ഇത് ഓരോന്നും എന്താണ്? ഓരോ ലീഫ്ലെറ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ലീഫ്ലെറ്റ് ഒരു കോമൺ ആക്സിസുമേലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് ലീഫ്ലെറ്റ് എങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഒരു കോമൺ പോയിന്റ് ഉണ്ട് ആക്സിസുമേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവരുടെ വ്യത്യാസം. ഈ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ടെക്സ്റ്റിൽ കൊടുത്തൊരു എക്സാമ്പിൾ ആണ് നീം. പാമേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് കോട്ട. എക്സാമ്പിൾസ് മറക്കരുത്. പിന്നേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഇത് നീമു. ഓക്കെ, പാമേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഇത് സിൽക്ക് വാട്ടർ. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? ആ ഇനി രണ്ട് കാര്യങ്ങളും കൂടി പറയാനുള്ളൂ. ഒന്ന് ടാക്സി, രണ്ടാമത്തത് മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ നിങ്ങൾക്ക്
ആവശ്യമില്ല. പില്ലോ ടാക്സി കുറച്ച് ഗ്രാൻഡ് വെച്ചിട്ട് ഇപ്പൊ പില്ലോ ടാക്സി. എന്താണ് പില്ലോ ടാക്സി? പില്ലോ ടാക്സി എന്ന് പറഞ്ഞാല് എന്താണ്? ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ്. എന്തിന്റെ? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ എവിടെ? സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മും അല്ലെങ്കിൽ ബ്രാഞ്ചിലുള്ള ലീഫിന്റെ അറേഞ്ച്മെന്റിന് എന്ത് പറയാ? പില്ലോ ടാക്സി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. അതിനെ നമ്മൾ എന്ത് പറയാ? പില്ലോ ടാക്സി എന്ന് പറയാം. 3 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ മൂന്ന് ടൈപ്പ് ഉണ്ട്. 3, 2, 3. ഫസ്റ്റ് ടൈപ്പില് നമുക്ക് ലീവ്സ് എങ്ങനെയാണ് വെച്ചാൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നോഡ്സിൽ നമുക്ക് ലീവ്സ് കാണാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ ഒരു നോഡിൽ തന്നെ എന്ത് കാണാൻ പറ്റും? 2 ലീവ്സ്, 2 സൈഡിൽ. മൂന്നാമത്തെ പറഞ്ഞാല് ഒരു നോഡിൽ തന്നെ 2ൽ കൂടുതൽ എന്ത് കാണാൻ പറ്റും? ലീവ്സ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ നമ്മള് ഓൾട്ടർനേറ്റ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പോസിറ്റ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ വിളിക്കും വേൾഡ്. 3 ടൈപ്പ് ഓഫ് പില്ലോ ടാക്സ് ആണ്. ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ഇതൊക്കെ ഒരു നോഡാണ് അല്ലെ? ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ നോഡിൽ ഒറ്റ ലീഫേ ഉണ്ടാവുള്ളൂ. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫേ ഉള്ളൂ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോഡിൽ നിന്ന് കണ്ട 2 സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ്സിൽ എന്ത് കാണാൻ പറ്റും? ലീവ്സ് കാണാൻ പറ്റും. വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു നോഡിൽ നിന്ന് എന്ത് വരും? 2ൽ കൂടുതൽ എന്ത് വരും? ലീവ്സ് വരും. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലീവ്സ് ഫ്രം 1 ലീഫ് ഫ്രം 1 നോഡ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലീവ്സ് ഫ്രം 1 നോഡ്. ഒരു നോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 2 ലീഫുകൾ കാണാൻ പറ്റും. ഒരു നോഡിന്റെ 2 സൈഡിൽ നിന്ന് 2 ലീവ്സ് കാണാൻ പറ്റും. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോഡിൽ നിന്ന് മോർ ദാൻ ലീവ്സ്. ഫ്രം ഒരു നോഡിൽ നിന്ന് 2ൽ കൂടുതൽ ലീഫ് കാണാൻ പറ്റും. അതാണ് എന്ത്? വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയുണ്ട്? ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ് ഉണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ്. ഇനി ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം? ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. ഓൾട്ടർനേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് സൺഫ്ലവർ, ചൈന റോസ്, നമ്മുടെ ഹിബിസ്കസ്, പിന്നെ മസ്റ്റാർഡ്. ഓപ്പോസിറ്റിന്റെ എക്സാമ്പിൾ ആണ് കാലോട്രോപ്പിസ്, ഗുവ. വേൾഡിന്റെ എക്സാമ്പിൾ ആണ് ആൽസ്റ്റോണിയ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പോലെ
ഒരു കോഡ് പോലെ ഞാൻ പഠിച്ചൊരു ഇത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ യൂസ്ഫുൾ ആവും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിനേലും നല്ല കോഡ് ഉണ്ടായിരിക്കും. ഞാൻ പഠിച്ചെന്താന്ന് വെച്ചാല് സൺഫ്ലവർ. സൺഫ്ലവർ രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ചൈന റോസും മസ്റ്റാർഡും. അപ്പൊ സൺഫ്ലവർ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ആയിട്ട് ചൈന റോസിനെയും മസ്റ്റാർഡിനെയും കാണാൻ പോകും. ഇന്ന് ചൈന റോസിനെ കാണാൻ പോയാൽ നാളെ മസ്റ്റാർഡിനെ കാണാൻ പോകും. സൺഫ്ലവർ ഓൾട്ടർനേറ്റ് ആയിട്ട് ചൈന റോസിനെയും മസ്റ്റാർഡിനെയും കാണും. സൺഫ്ലവറിന്റെ രണ്ട് ഗേൾ ഫ്രണ്ട്സ് ആണ് ചൈന റോസും മസ്റ്റാർഡും. പക്ഷെ ഇതിന് കെലോട്രോപ്പിസും പൂവയും സൺഫ്ലവറിന്റെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇവർ ഇതിന് ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്ത്. കെലോട്രോപ്പിസും പൂവയും എന്ത് ചെയ്ത് ഇതിനെ ഒപ്പോസ് ചെയ്ത്. ഇവർക്ക് എന്തില്ല, ഇതിനോട് താല്പര്യമില്ല. സൺഫ്ലവറിന് എന്തുണ്ട്? രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ചൈന റോസും മസ്റ്റാർഡും. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് സൺഫ്ലവർ ചൈന റോസിനെയും മസ്റ്റാർഡിനെയും കാണാൻ പോകും. ഇത് ഒപ്പോസ് ചെയ്ത്, ഒപ്പോസ് തന്നെ ഓപ്പോസിറ്റ് നിന്നാര്? കാലോട്രോപ്പിസും പൂവയും. ഇവരെ വേറൊരു ഫ്രണ്ടാണ് ആൽസ്റ്റോണിയ. ആൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പിലൊന്നും താല്പര്യമില്ല. ആൾ ഇതൊന്നും അറിയാതെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പഠിച്ചിരുന്ന ഒരു കോഡ്. ഓൾട്ടർനേറ്റ് ആയിട്ട് സൺഫ്ലവർ ചൈന റോസിനെയും മസ്റ്റാർഡിനെയും കാണാൻ പോകും. ഇത് ഒപ്പോസ് ചെയ്താണ് ആര്? കാലോട്രോപ്പിസും ഗുവയും. ഇതൊന്നും അറിയാതെ വേൾഡ് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ് ആൽസ്റ്റോണിയ. ഇതാണ് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എടുക്ക്, അല്ലെങ്കിൽ വേറെ നല്ല കോഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫിലോടാക്സി. ഇനി ലാസ്റ്റ് വൺ എന്താണ്? മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ എടുത്ത് ഒഴിവാക്കിയതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഏതൊക്കെയാണ് മോഡിഫിക്കേഷൻസ്? അപ്പൊ ലീഫിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീഫിന്റെ യൂഷ്വൽ ഫംഗ്ഷൻ അല്ലാണ്ട് ചെയ്യുന്നത്. യൂഷ്വൽ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് അല്ലാണ്ട് എന്തേലും ചെയ്താല് അതെന്തായിരിക്കും? ലീഫിന്റെ മോഡിഫിക്കേഷൻ. അങ്ങനെയുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് എന്ത്? ടെൻഡ്രിൽ. സ്റ്റെം ടെൻഡ്രിൽ പറഞ്ഞ പോലെ ലീഫിനുണ്ട്, ടെൻഡ്രിലുണ്ട്. എക്സാമ്പിൾ ഏതാണ്? പീസ്. നമ്മള് പയറിലൊക്കെയുള്ള വള്ളി എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് ലീഫ് ആണ്. അടുത്തത് എന്താണ്? സ്പൈൻ ആണ്. ആലോചിക്കുക, സ്പൈന് ലീഫിലും തോണ് സ്റ്റെമ്മിലുമാണ്. സ്പൈന് ലീഫിലും തോണ് സ്റ്റെമ്മിലുമാണ്. മറ്റേപോലെ തന്നെ ഡിഫെൻസ് ആണ് ഫംഗ്ഷൻ. ഏതിലാണ് കാണാം? കാക്ടസിലൊക്കെ കാണാൻ പറ്റും. അല്ലേ? പിന്നെന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഏതിലൊക്കെ? ഒനിയന്, ഗാർലിക്. എന്താണ്? മോഡിഫൈഡ് ലീവ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡാണ്. പിന്നെ പറയുന്നത് ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട്. അതിന്റെ ലീവ്സ് എന്താണ്? ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ പീറ്റിയോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും. ആരാണ്? ഓസ്ട്രേലിയൻ അക്കേഷ്യ പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അവിടെ എന്താണ്? ലീവ്സ് ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാല് പീറ്റിയോള് എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്യും. മറക്കരുത് കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓസ്ട്രേലിയൻ അക്കേഷ്യ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ആരൊക്കെയാണ്? ഈ പിക്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ എന്താണ്? ഒരു ലീഫ് മോഡിഫിക്കേഷൻ ആണ്. പിക്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈ ട്രാപ്പ് ഇവരൊക്കെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ ന്യൂട്രീഷൻ എടുക്കും. അതൊക്കെ എന്താണ്? ഒരു ലീഫ് മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും പറയുമ്പോഴുണ്ട് മോഡിഫിക്കേഷൻസിൽ. നമുക്കിനി ടെക്സ്റ്റിലും കൂടി എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കിയത് വീനേഷൻ. ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ലീഫിനെ നമ്മൾ പറയാം വീനേഷൻ എന്ന് പറയാം. When the veins form a network, the venation is termed as reticulate. Network like structure ആണ് നമ്മൾ എന്ത് വിളിക്കും? Reticulate venation എന്ന് വിളിക്കും. When the veins run parallel to each other within the lamina, നമ്മൾ അതിനെന്ത് വിളിക്കും? Parallel venation എന്ന് വിളിക്കും. ഇനി ഡൈകോട്ടിലേഡൻ പ്ലാന്റിലാണ് എന്ത് കാണുക?
റെറ്റിക്കുലേറ്റ് വീനേഷൻ. മോണോകോട്ടിലിഡൻ പ്ലാന്റിലാണ് എന്ത് കാണാം? പാരലൽ വീനേഷൻ. ഡൈകോട്ടിലിഡൻസിൽ കാണും റെറ്റിക്കുലേറ്റും, പാരലൽ വീനേഷൻ ഇവിടെ കാണാം മോണോകോട്ടിലിഡൻസിലാണ് കാണാം. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ലീഫ്. നമ്മൾ പറഞ്ഞ് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഇറ്റ്സ് ലാമിന ഇസ് എൻഡയർ ഓർ വെൻ ഇൻസൈഡ്സ് ദ ഇൻസിഷൻസ് ഡു നോട്ട് ടച്ച് ദ മിഡ്. ലാമിന എൻഡയർ ആവണം. ഇനി എന്താണ്? ഇൻസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസിഷൻസ് എവിടെ ടച്ച് ചെയ്യാൻ പാടില്ല? മിഡ് റിബിന് ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് എന്ത്? സിമ്പിൾ ലീഫ്. ഇനി വെൻ ദ ഇൻസിഷൻ ഓഫ് ദ ലാമിന റീച്ച് അപ് ടു ദ മിഡ് റിബ് ബ്രേക്കിംഗ് ഇൻ ടു നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ്. മിഡ് റിബിന് ടച്ച് ചെയ്ത് ഒരുപാട് ലീഫ്ലെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. A bud is present in the axil of petiole in both simple and compound leaf, but not in the axil of leaflet of compound leaf. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. A bud is present in the axil of ഇത് മറ്റേ സ്റ്റേറ്റ്മെന്റിൽ വരുന്നുണ്ട്. A bud is present in the axil of petiole of, അതായത് നമ്മൾ കണ്ട് ഇതൊരു പ്ലാന്റ് ആണ്, ലീഫ് അല്ലെ? ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? A bud is present in the ആക്സിലോ പീറ്റിയോൾ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ബഡിന് പ്രസന്റ് ചെയ്യാൻ പറ്റും. ആക്സിലോ, ഇതാണ് പീറ്റിയോള്. പീറ്റിയോളിന്റെ ഈ ഒരു പോയിന്റിൽ ബഡ്, അത് നമ്മൾ ആക്സിലറി ബഡ് എന്ന് വിളിച്ച് അല്ലേ? പക്ഷെ എവിടെ കാണാൻ പറ്റൂല? നോട്ട് ഇൻ ദ ആക്സിൽ ഓഫ് ലീഫ്ലെറ്റ് ഓഫ് എ കോമ്പൗണ്ട് ലീഫ്. ഒരു കോമ്പൗണ്ട് ലീഫിന് ഇതാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഇൻസിഷൻസ് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിൽ, ടച്ച് ചെയ്യണ പോയിന്റിൽ എന്ത് കാണാൻ പറ്റില്ല? ഒരിക്കലും ഒരു ബഡിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ലീഫ്ലെറ്റ് ഓഫ് കോമ്പൗണ്ട് ലീഫ് ഉണ്ടല്ലോ, അവ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ നമുക്ക് ഒരിക്കലും എന്ത് കാണാൻ പറ്റൂല? ഒരു ബഡിനെ കാണാൻ പറ്റില്ല. ബഡിനെ എവിടെ കാണാൻ പറ്റും? പീറ്റിയോളിന്റെ ആക്സിലിൽ നിന്ന് ബഡിനെ കാണാൻ പറ്റുള്ളൂ. അതാണ് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെന്താണ്? ദ കോമ്പൗണ്ട് ലീവ്സ് മേ ബി ഓഫ് ടു ടൈപ്സ്. നമ്മൾ പറഞ്ഞ പിന്നേറ്റ് ലീവ് കോമ്പൗണ്ട് ഉണ്ട്, പാമേറ്റ് ലീവ് കോമ്പൗണ്ട് ഉണ്ട്. പിന്നേറ്റ് ലീവ് കോമ്പൗണ്ട് ലീവ്സിൽ എന്താണ്? നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്. ഈ കോമൺ ആക്സിസ് നമ്മൾ എന്ത് വിളിക്കും? റാക്സിസ് എന്ന് വിളിക്കും. കണ്ട, ഇത് കുറേ ലീഫ്ലെറ്റ്സ് എവിടെ കാണുന്നത്? ഇത് ലീഫ്ലെറ്റ്, ഇത് ലീഫ്ലെറ്റ്, ഇത് ലീഫ്ലെറ്റ്. എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ് പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്. ഈ കോമൺ ആക്സിസ് നമ്മൾ എന്ത് വിളിക്കും? റാക്കിസ് എന്ന് വിളിക്കും. വിച്ച് റെപ്രസെന്റ് മിഡ്രിപ്പ് ഓഫ് ദ ലീഫ്. ഈ റാക്കിസ് എന്താണ്? ലീഫിന്റെ മിഡ്രിബ് ആയിട്ടാണ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ സീൻ ഓൺ എ കോമൺ ആക്സിസ്. അതാണ് എന്ത്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. എക്സാമ്പിൾ നീമ. പാമേറ്റ്ലി കോമ്പൗണ്ടിൽ എന്താണ്? ലീഫ്ലെറ്റ്സ് അറ്റാച്ച് ടു എ കോമൺ പോയിന്റ് ദാറ്റ് ഇസ് അറ്റ് ദ ടിപ്പ് ഓഫ് പീറ്റിയോൾ ആസ് ഇൻ സിൽക്ക് കോട്ടൺ. കണ്ട, ഇതാണ് പീറ്റിയോൾ. ഇതിന്റെ ടിപ്പിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ലീഫ്ലെറ്റ്. ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇത് മൊത്തത്തിൽ ഒരു ലീഫാണ്, ഇത് മൊത്തത്തിൽ ഒരു ലീഫാണ്. ഇതൊരു ലീഫല്ല, ഇത് ലീഫ്ലെറ്റ്സ് ആണ്. ഇതൊക്കെ എന്താണ്? ലീഫ്ലെറ്റ്സ് ആണ്. ഇത് മൊത്തം ഒരു ലീഫാണ്, ഇത് മൊത്തം എന്താണ്? വേറൊരു ലീഫാണ്. ഓക്കെ, അതിവിടെ മറക്കരുത്. പിന്നെന്താണ്? എക്സാമ്പിൾസ് മറക്കരുത്. പിന്നേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ഏതാണ്? നീമാണ്. പാമേറ്റ്ലി കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ഏതാണ്? സിൽക്ക് കോട്ടൺ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ എന്തിനെ പറ്റിയിട്ട്? ടൈപ്സ് ഓഫ് ലീഫിനെ പറ്റിയിട്ട്. അടുത്ത എന്താണ്? അടുത്ത നമ്മളെ ഫിലോടാക്സി. ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോടാക്സി is the pattern of arrangement of leaves on the stem or branch. സ്റ്റെമ്മിലും ബ്രാഞ്ചിലും ലീഫ് അറേഞ്ച് ചെയ്യുന്ന പാറ്റേണിനെ നമ്മൾ എന്ത് പറയാ? ഫിലോടാക്സി എന്ന് പറയാം. ഇത് 3 ടൈപ്പ് ആയിട്ടാണ് കാണുന്നത്. ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ് ഉണ്ട്. ഓൾട്ടർനേറ്റിൽ എന്താ സംഭവിക്കുക? The type of phyllotaxy, a single leaf arises at each node. ഒരു നോഡിൽ ഒരു ലീഫേ കാണാൻ പറ്റും. ഇങ്ങനെ ഓൾട്ടർനേറ്റ്. ഇവിടെ ഒരു നോഡ്, ഇതൊരു നോഡ്, ഇതൊരു നോഡ്. അങ്ങനെ ഒരു നോഡിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ലീഫേ കാണാൻ പറ്റും. ഓക്കെ, ആസിന് ഏതൊക്കെയാണ്? ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. ചൈന റോസ്, മസ്റ്റാർഡ്, സൺഫ്ലവർ. ഓപ്പോസിറ്റിൽ എന്താ ഉണ്ടാവുക? എ പെയർ ഓഫ് ലീഫ് അറേസ് അറ്റ് ഈച്ച് നോഡ്. ഓരോ നോഡിലും 2 ലീവ്സ് അറേസ് ചെയ്യും. എ പെയർ ഓഫ് ലീഫ് അറേസ് അറ്റ് ഈച്ച് നോഡ്. എക്സാമ്പിൾ ഏതാണ്? കാലോട്രോപ്പിസും ഗുവ പ്ലാന്റും.
പിന്നെ ഇഫ് മോർ ദാൻ 2 ലീവ്സ് അറൈസ് അറ്റ് എ നോഡ് ആൻഡ് ഫോം എ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഓഫ് ലീവ്സ്, അത് നമ്മൾ എന്ത് വിളിക്കും? വേൾഡ്. എക്സാമ്പിൾ ഏതാണ്? ആൽസ്റ്റോണിയ. അപ്പൊ ഞാൻ പറഞ്ഞ് ഓൾട്ടർനേറ്റ് ആയിട്ട് സൺഫ്ലവർ ആരെ കാണാൻ പോയി? ചൈന റോസിനെയും മസ്റ്റാർഡിനെയും കാണാൻ പോയി. പക്ഷെ ഇവര് നല്ല ഫ്രണ്ട്സ് ആണ്. കാലോട്രോപ്പിസും ഗുവയും നല്ല ഫ്രണ്ട്സ് ആണ്. ഇവരിത് ഒപ്പോസ് ചെയ്ത്, കാരണം രണ്ട് ഗേൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഇതൊന്നും അറിയാതെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആര്? ആൽസ്റ്റോണിയ. ഈ എക്സാമ്പിൾസ് എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ, ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ് ഉണ്ട്. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഫില്ലോടാക്സി. അടുത്ത എന്താണ്? അടുത്തത് മോഡിഫിക്കേഷൻ ഓഫ് ലീവ്സ് ആണ്. ലീവ്സ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം ഫങ്ഷൻസ് അതർ ദാൻ ഫോട്ടോസിന്തസിസ്. അതിന്റെ യൂഷ്വൽ ഫങ്ഷൻ ഇല്ലാതെ അത് എന്ത് ചെയ്യണോ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അതിനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ? ഒന്ന് ടെൻഡ്രിൽ, ലീഫ് ടെൻഡ്രീസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പീസ്. പിന്നെ സ്പൈൻസ്, ഞാൻ പറഞ്ഞ സ്റ്റെമ്മില് തോണും ലീഫില് സ്പൈനും ആണ്. സ്പൈൻ ഏതില്ല കാണാം? കാക്റ്റിൽ. എന്തിനാണ്? ഡിഫൻസ് മെക്കാനിസത്തിൽ. ഓക്കെ, എവിടെ കാണാം? കാക്റ്റില കാണാം. എന്തിനാ കാണാം? ഡിഫൻസ് മെക്കാനിസത്തിൽ. പിന്നെ ഏതാണ്? ദ ഫ്ലഷ്ലി ലീവ്സ് ഓഫ് ഒനിയൻ ഗാർലിക് ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ്? ഫ്ലഷി ലീവ്സ് ഓഫ് ഒനിയനും ഗാർലിക്കും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പൊ ടെൻഡ്രിൽ ഉണ്ട്, സ്പൈൻ ഉണ്ട്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഉണ്ട്. ഇതൊക്കെ മോഡിഫിക്കേഷൻ ആണ്. പിന്നെ ഏതാ പറയുന്നത്? ഇതാ ചില പ്ലാന്റ്സ് സച്ച് ആസ് ഓസ്ട്രേലിയൻ അക്വേഷ്യ, ദ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലീവ്ഡ്. ലീവ്സ് എന്താണ്? സ്മോൾ ആണ്, ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പൊ എന്താ സംഭവിക്കാം? പീറ്റിയോൾ ഇൻ ദീസ് പ്ലാന്റ്സ് എക്സ്പാൻഡ് ചെയ്യും, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഗ്രീൻ ആൻഡ് സിന്തസിസ് ഓഫ് ഫുഡ്. എക്സ്പാൻഡ് ചെയ്യും, ഗ്രീൻ ആവും, ഫുഡ് സിന്തസിസ് ചെയ്യും. ഓസ്ട്രേലിയൻ അക്വേഷ്യയിൽ എന്താ ഉണ്ടാവുക? The leaves are small and short-lived. The petioles in these plants expand ചെയ്തിട്ട് എന്തുണ്ടാവും? ഗ്രീൻ ആവും, സിന്തസിസ് ഫുഡ്. ഇവരുടെ പേരാണ് എന്ത്? ഫില്ലോഡ്. കണ്ടാ? ഈ ഓസ്ട്രേലിയൻ അക്വേഷ്യയുടെ പേരാണ് എന്ത്? ഫില്ലോഡ്. അതായത് ഇതേപോലെ പീറ്റിയോൾ എക്സ്പാൻഡ് ചെയ്ത് അവര് ഫോട്ടോസിന്തസിസ് നടത്തുന്ന പ്ലാന്റിന്റെ പേരാണ് എന്ത്? ഫില്ലോഡ്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? Leaves of certain insectivorous plants such as pitcher plant, Venus flytrap also എന്താണ്? മോഡിഫൈഡ് ലീവ്സ്. കണ്ടാ? ഇതാണ് എന്ത്? പിക്ചർ പ്ലാന്റ്. ഇവിടെ ഇൻസെക്ട് വന്നിരിക്കും, ഇതിങ്ങനെ ക്ലോസ് ആവും, ഇൻസെക്ട് താഴത്തേക്ക് പോകും. ഈ പ്ലാന്റ് എന്ത് ചെയ്യും? അതിന്റെ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതാണ് എന്ത്? ലീഫ് ടെൻഡ്രില്. ഇതാണ് എന്ത്? സ്പൈന്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഒനിയനും ഗാർലിക്കും ഒക്കെ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇതുവരെ ഓക്കെ ആണോ? ആ അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏത് ഫ്ലവറും ഫ്രൂട്ടും സീഡും ഒക്കെ എന്ത് ചെയ്യാം, ഇൻഫ്ലോറൻസും കാര്യങ്ങളും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് വായിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? റൂട്ടും സ്റ്റെമ്മും ഇതുപോലെ ലീഫും. റൂട്ടിൽ ടൈപ്സ് പറഞ്ഞ്, മോഡിഫിക്കേഷൻ പറഞ്ഞ്, ഫങ്ഷൻസ് പറഞ്ഞ്, റീജിയൻസ് പറഞ്ഞു അല്ലെ? അതേപോലെ സ്റ്റെമ്മിൽ എന്താ പറഞ്ഞത്? സ്റ്റെമ്മിൽ ഫങ്ഷൻസ് പറഞ്ഞ്, മോഡിഫിക്കേഷൻസ് പറഞ്ഞു. മോഡിഫിക്കേഷൻ എടുത്ത് ഒഴിവാക്കിയാൽ പോലും എന്ത് ചെയ്യണം? ജസ്റ്റ് വായിച്ചു പോവാ. എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യാ? ഒന്ന് നോട്ട് ചെയ്യാം. കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തിന്. അപ്പൊ ഒന്ന് കോറിലേറ്റ് ചെയ്ത് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ലീഫിൽ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? വീനേഷൻ പറഞ്ഞ്, ടൈപ്സ് ഓഫ് ലീഫ് പറഞ്ഞ്, ഫില്ലോടാക്സി പറഞ്ഞ്, മോഡിഫിക്കേഷൻ പറഞ്ഞു. അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വായിക്കാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.